5000 രണ്ട് പ്രാവശ്യം 500 ഒക്കെ അടിച്ചായിരുന്നു. നമസ്കാരം, എൻ്റെ പേര് അൻവിന്ദ് എന്നാണ്. ഞാൻ ഇപ്പോൾ ഏകദേശം 4-5 വർഷമായിട്ട് ഈ ഒരു മേഖലയിൽ, ട്രെയിനിങ് മേഖലയിൽ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. അന്നേരം നമ്മളെ ഈ സൗജന്യ ക്ലാസ് പെട്ടെന്നാണ് ഇത് അറേഞ്ച് ചെയ്തത്. അന്നേരം ഞാനിവിടെ ആഗ്രഹിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇന്നത്തെ ടോപ്പിക് എന്ന് വെച്ചാൽ ലോട്ടറി മാനിഫെസ്റ്റേഷൻ ഒരു പവർഫുള്ളായ ടെക്നിക്കാണ് ഞാൻ ഇന്നിവിടെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. സാറേ നമസ്കാരം. നമസ്കാരം. പിന്നെ ഞാനിത് ഓപ്പൻ അതാണ് എനിക്ക് ഉണ്ടായത്. ശ്രീയാണോ? ശ്രീയാണ്. പെട്ടെന്നാണ് അത് ഒരു അരമണിക്കൂറിന്റെ ഉള്ളില്, അരമണിക്കൂർ വേണമെങ്കിൽ പറയാം. അതിന്റെ ഉള്ളില് ചില ഏട്ടൻ ഇവിടുന്ന് ജീവന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ടിക്കറ്റ് എടുത്തിട്ടാ വന്നത്. അപ്പൊ വെയിറ്റിംഗ് ലിസ്റ്റ് ആയിരുന്നു. അപ്പൊ പോണതിന്റെ 2 ദിവസം മുൻപ് എന്നോട് പറഞ്ഞു, അയ്യോ ടിക്കറ്റ് ഇതുവരെ ആയിട്ടില്ല, ഞാൻ വേറെ ടിക്കറ്റ് എടുക്കേണ്ടി വരുന്ന തോന്നുന്നത് പറഞ്ഞു. അപ്പൊ വെയിറ്റ് ചെയ്യാട്ടാ പറഞ്ഞു. അപ്പൊ അപ്പോഴേക്കൊന്നും മനസ്സിലൊന്നും തോന്നിയില്ല. പോണതിന്റെ തലേദിവസം ഒന്നും കൂടി ഏട്ടൻ നോക്കി പറഞ്ഞു, ഇനി ആവില്ല, ഇന്ന് 17 18 എന്നും ഉണ്ടായിരുന്നു, ഇപ്പൊ 17 ഇനി ആവില്ല, ഇനി 1 മണിക്കൂർ മുന്നേ ഇത്രയും 1 മണിക്കൂർ കൊണ്ട് ഇത്രയും കവർ ആവില്ല, പോയതിന് ഞാൻ വേറെ ടിക്കറ്റ് എടുക്കേണ്ടി വരും പറഞ്ഞു. അപ്പൊ ഞാൻ കിച്ചണിൽ നിൽക്കുന്നു. അപ്പൊ ഞാൻ മനസ്സുകൊണ്ട് ഞാൻ അങ്ങനെ ചെല്ലി, ഓപ്പനോ അങ്ങനെ പറഞ്ഞ് ചെല്ലി. അവിടെ 11 മണിയായപ്പോ പറഞ്ഞു, ഏട്ടാ ഒന്ന് നോക്കി നോക്കിയപ്പോ പറഞ്ഞു, അരമണിക്കൂർ ആയിട്ടുള്ളൂ, ഒന്ന് നോക്കി നോക്കിയാൽ ആയിട്ടില്ല, 1 മണിക്കൂർ മുന്നേ നോക്കിയാൽ അല്ല നോക്കിക്കോളൂ, 1 മണിക്കൂർ വേണ്ട, ഇപ്പൊ നോക്കി നോക്കൂ, വെറുതെ നോക്കി നോക്കു പറഞ്ഞു. അപ്പൊ സംഭവം കൺഫേം ആയേക്കണോ, അങ്ങനെ സംഭവം ഉണ്ടായി. ഓക്കെ, താങ്ക് യു സോ മച്ച്. അത് കേൾക്കുന്നവർക്ക് ചെറിയൊരു കാര്യമായിട്ട് തോന്നുന്ന ഒരു കാര്യമാണ് കേട്ടോ, വലിയ കാര്യമൊന്നുമല്ല. പക്ഷെ എനിക്കിത് കുറച്ച് ഒരു അത്ഭുതം പോലെ തോന്നിയൊരു കാര്യമാണ്. ഞാൻ ഈ അടുത്ത് ഗുരുവായൂർ പോയിട്ടുണ്ടായിരുന്നു. ഇനി അത് കൃഷ്ണന്റെ അത്ഭുതമാണോ എന്റെ മാനിഫെസ്റ്റേഷൻ ആണോ എന്നൊന്നും എനിക്കറിയില്ല. ഞാനിങ്ങനെ നമുക്കിങ്ങനെ ലേഡീസിന് ഗുരുവായൂർ നമ്മൾ പ്രദക്ഷിണം ചെയ്യുമല്ലോ, കാല് വെച്ചിട്ട് ഇങ്ങനെ പ്രദക്ഷിണം ചെയ്യുമല്ലോ, കാലടുപ്പിച്ച് വെച്ചിട്ട്. അപ്പൊ ഇങ്ങനെ പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരിക്കുമ്പം ഞാനിങ്ങനെ ജസ്റ്റ് മനസ്സിൽ വിചാരിച്ചു, ഇപ്പൊ കൃഷ്ണൻ എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് ആരെങ്കിലും എന്റെ അടുത്ത് വന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്നിങ്ങനെ വിചാരിച്ചിട്ടൊരു 3 തവണ പ്രദക്ഷിണം ചെയ്യാണ്. വെറുതെ ഒരു തോന്നല് മാത്രമാണ്. അത് കഴിഞ്ഞ് ഞാൻ വന്നിട്ട് അവിടെ മേൽപ്പത്തൂരിന്റെ പ്രതിമയുള്ള അതിന്റെ താഴെ വന്നിരുന്നിട്ട് ഞാൻ നാരായണീയം ഇങ്ങനെ ബുക്ക് കയ്യിലുണ്ടായിരുന്നു. അപ്പൊ അതിന് ഞാൻ വായിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഒരാൾ എന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, നാരായണീയം ദിവസം ചെല്ലാറുണ്ടല്ലേ? ഒരു വലിയ പ്രായമൊന്നുള്ള ആളല്ല, ഒരു മീഡിയം ഏജ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. അയാളുടെ കഴുത്തിലും കയ്യിലും ഒക്കെ ഇതേപോലെ കുറെ മാലകളൊക്കെ ഉണ്ട്. ആള് വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, സങ്കടമൊക്കെ മാറും കേട്ടോ, ദിവസേന നാരായണീയം ചൊല്ലിക്കോളൂ, സങ്കടങ്ങളെല്ലാം മാറും. അത് ഞാൻ ശരിക്കും അതൊരാള് പറയണത് ഞാൻ മുൻകൂട്ടി ഞാൻ വിചാരിച്ചിട്ട് അങ്ങനെ കേട്ടപ്പോ എനിക്ക് ഭയങ്കര ഒരു മാനിഫെസ്റ്റേഷൻ പോലെ തോന്നി. ഇതല്ലാണ്ട് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ ഇപ്പൊ അടുത്തുണ്ടായതിൽ ഇതെനിക്ക് ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഹലോ, പറഞ്ഞോളൂ. സാർ, ഞാന് അഫർമേഷൻ ഇങ്ങനെ പറഞ്ഞു നോക്കിയിരുന്നു മോൾക്ക് ജോലിക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ജോലി കുറച്ചിപ്പം നിന്നിരുന്നു, സുഖമില്ലാതെയൊക്കെ ആയപ്പോ. സാറിന്റെ അത് ഒരു പേഴ്സണൽ കൺസൾട്ടന്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനത് പറഞ്ഞു നോക്കി. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇവിടെ വന്നപ്പോ ജോലിക്ക് കുറച്ചും കൂടി താമസം ഉണ്ടെന്ന് പറഞ്ഞപ്പോ പെട്ടെന്നൊരു ജോലി വേണം എന്ന് വിചാരിച്ചപ്പോ ഇങ്ങോട്ട് തന്നെ ഞാൻ ഇത്രാം തീയതി 19-ാം തീയതി എനിക്ക് എന്റെ മോൾക്ക് ആ ജോലി ശരിയാണെന്ന് പറഞ്ഞപ്പോ പെട്ടെന്ന് ഇങ്ങോട്ട് വിളിച്ചിട്ട് 19-ാം തീയതി വൈകുന്നേരം ആയപ്പോ തന്നെ എനിക്ക് ആ ജോലിക്ക് നാളെ വന്നോളൂ എന്ന് പറഞ്ഞിട്ട് മോളിനെ വിളിച്ചു, വീടിന്റെ അടുത്ത് തന്നെ ആയിട്ട്. അതൊരു വലിയ ഇതാണ്. ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, ഞാൻ മോളോട് പറയുകയും ചെയ്തു, അത് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന്. അപ്പൊ മോളിപ്പോ മെഡിറ്റേഷൻ ഇതെല്ലാം ചെയ്യുന്നുണ്ട് സാറ് കൊടുത്തിട്ടുള്ള. അതെ, അത് കുറെ പ്രോബ്ലം ഉണ്ടായിരുന്നല്ലോ പേഴ്സണൽ കൺസൾട്ടേഷൻ സമയത്ത്, എനിക്ക് ഓർമ്മയുണ്ട്. അതെ അതെ. സാർ നല്ല മാറ്റമുണ്ട് സാർ. താങ്ക് യു. വിളിക്കണം എന്ന് പറഞ്ഞോണ്ട് ശരി, ബിസി അല്ലേ എന്ന് വെച്ചിട്ട് അങ്ങനെ. എന്താണ് പിന്നെ ബിസി ആവും സാറ്, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം, 2 കഴിയട്ടെ എന്ന് വെച്ചാൽ അങ്ങനെ ഇരിക്കുകയായിരുന്നു. എന്തായാലും സന്തോഷം. അന്ന് സംസാരിച്ച സമയത്ത് കുറെ പെയിനും കാര്യങ്ങളും പറഞ്ഞിരുന്നു, എനിക്ക് മനസ്സിലായിരുന്നു. എന്തായാലും സന്തോഷം. സത്യക്കും സാറിന് എപ്പോഴും നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ ഓരോ ദിവസമാണെങ്കിലും ഓരോ കാര്യം വീട്ടിലും എന്റെ വീട്ടിലുള്ളവരോടൊക്കെ ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, ഈ ഒരു സംഭവം, സാറിന്റെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ. അവർക്കൊക്കെ വലിയ ഇതാണ്, കേട്ടപ്പോ നല്ലതാണ് എന്നൊക്കെ പറഞ്ഞു. താങ്ക് യു. നിങ്ങൾ എന്തായാലും മാറ്റേണ്ടതെന്ന് അറിഞ്ഞത് സന്തോഷം. ഓക്കെ, താങ്ക് യു.
എന്റെ പേര് വിദ്യ എന്നാണ്. എനിക്കിപ്പം വീഡിയോ ഓൺ ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലല്ല ഇരിക്കുന്നത്, അതുകൊണ്ടാണ് പുറത്താണ്. ഞാൻ UK എന്നാ സംസാരിക്കുന്നത്. ഞാൻ നല്ല സാലറിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു സൗദിയില്. UK വന്നിട്ടും മന്ത്ലി 3 to 4 lakhs മന്ത്ലി സാലറി ഉണ്ട്. ബട്ട് എന്റെ ബാങ്ക് അക്കൗണ്ടിൽ 0 ബാലൻസ്. നാട്ടില് അതെന്താണെന്ന് അറിയില്ല. അടുത്ത സമയത്ത് ഞാൻ സാറിന്റെ ക്ലാസ്സുകൾ കാണാൻ തുടങ്ങി, അത് അറ്റൻഡ് ചെയ്തു. അപ്പം എനിക്ക് കുറെ വർഷങ്ങളായിട്ട് ഞാൻ അതിനെപ്പറ്റി മറന്നേ പോയ ഒരു 1,40,000 എനിക്ക് സഡൻലി ഒരു 5 മോർണിംഗ് ഞാൻ എണീക്കുമ്പോ എനിക്ക് എന്റെ ഫോണിൽ ഒരു മെസ്സേജ് വരുവാണ്. അപ്പൊ എന്റെ സിസ്റ്ററിലെ എനിക്കൊരു ലെറ്ററിന്റെ ഫോട്ടോ എടുത്ത് വാട്സാപ്പിൽ ചെയ്തിട്ടുണ്ട്, വീട്ടിലേക്ക് വന്ന ഒരു ലെറ്റർ. ആ പൈസ വന്നു. അതിനുശേഷം പിന്നെ ഞാൻ സാറിന്റെ ഇത് രാവിലെ ഞാൻ ഇങ്ങനെ കേൾക്കുന്നുണ്ടായിരുന്നു, പിന്നെ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഒന്ന് സേവ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് ഓർത്തിട്ട്. അപ്പോഴ് ഒരു 1 lakh, ചെറിയ എമൗണ്ട് ആണെങ്കിൽ പോലും ഒരു 1 lakh എനിക്ക് സേവ് ചെയ്യാൻ സാധിച്ചു. എന്റെ സേവിങ് അക്കൗണ്ടിൽ 400 ഡേയ്സിലേക്ക് ഞാൻ ഇട്ടു. പിന്നെ ഈ 1,40,000 അത് മറന്നുപോയ പൈസ, അത് വർഷങ്ങൾ, ഒരു more than 10 years ആയിട്ട് മറന്നുപോയ പൈസ, അതും എന്റെ അക്കൗണ്ടിലേക്ക് വന്നു. അപ്പൊ എനിക്ക് ലൈഫിൽ ഇപ്പൊ 49 years ആയി. അപ്പൊ ഇപ്പോഴാണ് ഞാൻ അതിനെ പറ്റി ചിന്തിക്കുന്നത്, എനിക്ക് സേവിങ്സ് ഇല്ലല്ലോ, ഒന്നും ചെയ്തിട്ടില്ലല്ലോ, അങ്ങനെയൊക്കെ. അല്ല വേറെ അങ്ങനെ പൈസയ്ക്ക് ബുദ്ധിമുട്ടില്ല, നന്നായി ജീവിക്കുന്നുണ്ട്, പിള്ളേരെ നന്നായി എഡ്യൂക്കേഷൻ കൊടുക്കാൻ പറ്റുന്നുണ്ട്, എല്ലാം നടക്കുന്നുണ്ട്. പക്ഷെ എന്റെ ബാങ്കിൽ സേവിങ്സ് ഇല്ല. അതെന്താണ്, എന്തുകൊണ്ടാണ് എനിക്ക് അങ്ങനെ പറ്റാത്തത്, എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. ഓക്കെ, ഞാൻ അതിന്റെ മറുപടി തന്നേക്കാം. താങ്ക്സ്. താങ്ക് യു സോ മച്ച്. നീ അടുത്ത ആരാണുള്ളത്? നിങ്ങൾക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. ഓക്കെ, അന്നേരം നീ എന്തായാലും ക്ലാസ്സിലേക്ക് കിടക്കാം. ഹോൾക്കാൻ വേണം. നമസ്കാരം. ഓക്കെ, എന്തായാലും സന്തോഷം എല്ലാവരുടെയും സക്സസ് സ്റ്റോറി ഷെയർ ചെയ്തതിന്. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്, ഇപ്പം പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതായത് ഇദ്ദേഹം പറഞ്ഞിരുന്നു പണം സേവ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത്. കാരണം സേവ് ചെയ്യാൻ പറ്റാത്തത് നമ്മൾ നമ്മളെക്കുറിച്ച് ചിന്തിക്കാത്തത് കൊണ്ടാണ്. നമ്മൾ എപ്പോഴാണോ നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നത്, അതായത് മക്കള്, കുടുംബം, പങ്കാളി എന്നൊക്കെ പറഞ്ഞ് ചിന്തിച്ചിട്ട് അവസാനം നമുക്ക് നമ്മളെ നോക്കുക സമയമില്ല. നമുക്കൊരു ഭാവിയുണ്ട് എന്നുള്ളത് നമ്മൾ മറന്നു വന്നു. അതായത് ഭാവിയിൽ നമുക്ക് പല പ്രതിസന്ധികളും, ഞാനിപ്പോഴും പറയുകയാണ്, ഞാൻ റിയാലിറ്റിയിലാണ് ഞാൻ എപ്പോഴും ജീവിക്കുക. ചില ആൾക്കാർ, ചില ട്രെയിനേഴ്സ് പറയും നിങ്ങൾ ലൈഫ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും. അതായിരിക്കും, സത്യമാണ്, ബ്യൂട്ടിഫുൾ ആയിരിക്കും. പക്ഷെ നമ്മളെപ്പോഴും പ്രിക്കോഷൻസ് എടുക്കണം. പ്രിക്കോഷൻസ് എന്താണ്? ഇപ്പോൾ ഉദാഹരണത്തിന് നാളെ എന്താ സംഭവിക്കുക നമുക്ക് പറയാൻ പറ്റില്ല. നാളെ പലതും സംഭവിക്കും. പക്ഷെ അതിനൊരു എമൗണ്ട്, സെർട്ടൻ എമൗണ്ട് നമ്മൾ ഇപ്പോഴേ മാറ്റി വെക്കണം. ഞാൻ എലൈൻമെൻറ്റ് മാസ്റ്ററി എന്ന് പറഞ്ഞ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന എല്ലാവരും പറയും, നിങ്ങളൊരു ബാങ്ക് അക്കൗണ്ട് എടുത്തിട്ട് പണം മാറ്റി വെക്കണം എന്നുള്ളത്. അത് പങ്കാളിയോടും ഒരാളോടും പറയാതെ, അത് ചെറിയ എമൗണ്ട് ആവട്ടെ. ഒരു കൺസൾട്ടേഷൻ സമയത്ത് എനിക്ക് സങ്കടം വന്നു. ഒരു മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള ലേഡിയാണ്. അദ്ദേഹത്തിൻ്റെ എല്ലാ സമ്പാദ്യവും മക്കൾക്കും 2 പെൺകുട്ടികൾക്ക് കൊടുത്തു. പിന്നെ അവസാനം പെൺകുട്ടികളെ കല്യാണം കഴിച്ച് വിട്ടായിരുന്നു, നല്ല വിദ്യാഭ്യാസം കാര്യങ്ങളും കൊടുത്തു. കല്യാണം കഴിഞ്ഞ് നല്ല ഫാമിലിയിലേക്ക് കല്യാണം കഴിച്ച് വിട്ടു. എന്നിട്ട് ഈ 2 പെൺകുട്ടികളും വീടിൻ്റെ ചൊല്ലി തർക്കാണ് രണ്ടുപേരും. അങ്ങനെ വീട് വിറ്റു. അവസാനം വീട് വിറ്റിട്ട് ആ പൈസ 2 പേർക്കും കൂടി ഓതി വെച്ച് കൊടുത്തു. അവരെ അച്ഛനാണെങ്കിൽ ഗൾഫിൽ ഇപ്പോഴും കഷ്ടപ്പെടാണ്. ഈ ഓതി പിന്നെ ലോണും കാര്യങ്ങളും എടുത്തിട്ട് കൊടുത്തു പൈസ. അവസാനം ഇത് കഷ്ടപ്പെട്ട് നിൽക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ ഏത് ലോകത്താണ് പോകുന്നത്? നിങ്ങളെ പ്രയോറിറ്റി എന്ന് പറയുന്നത് നിങ്ങളായിരിക്കണം. മക്കളെയും അതോടൊപ്പം തന്നെ ഭർത്താവിനെ എല്ലാം തന്നെ സ്നേഹിക്കണം, പങ്കാളി എല്ലാം തന്നെ സ്നേഹിക്കണം. പക്ഷെ നമ്മളെ കാര്യം വിട്ട് കളിക്കുന്ന സമയത്ത് ജീവിതം നമ്മളെ കാര്യം വിടും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് മനസ്സിലായത്. അതായത് നമ്മുടെ ജീവിതത്തിൻ്റെ ക്രിയേറ്റർ നമ്മൾ തന്നെയാണെന്നുള്ളതാണ് എനിക്ക് വിശ്വസിക്കുക. അതായത് അത് എക്സ്പീരിയൻസ് ആണ്. ഇപ്പം ഞാൻ ഒരു സമയത്ത് അമ്പലങ്ങളിലും പള്ളികളിലും പോയിട്ട് കുറേ പൂജകളും കുറേ ഇതേപോലെ തന്നെ എന്താ പറയുക, നമ്മൾ കുറേ ക്രിസ്ത്യൻ പള്ളിയിലും അതോടൊപ്പം തന്നെ മുസ്ലിം പള്ളീസിലും പോയിട്ട് സക്കാത്ത് അങ്ങനത്തെ കുറേ കാര്യങ്ങളും ചെയ്തിരുന്നു. പക്ഷെ ഒരു മാറ്റവും സംഭവിച്ചില്ല. മാറ്റം സംഭവിക്കാൻ തുടങ്ങിയത് എന്നിൽ മാറ്റം ഉണ്ടാക്കിയതിന് ശേഷമാണ്. ചിലപ്പോൾ നിങ്ങൾ ആരെങ്കിലും കുറേ പൂജകളും കുറേ ഹോമങ്ങളും കുറേ പള്ളികളിലും പോയിട്ട് പൈസ കൊടുത്തിട്ട് മാറ്റമില്ലാത്ത വ്യക്തികളുണ്ടാവും. ഉണ്ട് സർ, ഇത് ഞാൻ ഹോമവും പൂജയൊക്കെ ചെയ്തിട്ടുണ്ട് എന്റെ പേരൻസിന്റെ ഒപ്പം പോയിട്ട്. അതെ. ഓക്കെ, ഇതേപോലെ തന്നെ ഞാനും ഉണ്ടായിരുന്നു. കുറേ ഹോമങ്ങളും പൂജകളും എല്ലാം ചെയ്തു. ഒന്നും തന്നെ മാറ്റം സംഭവിച്ചില്ല. കാരണം മാറ്റം എപ്പോഴും സംഭവിക്കേണ്ടത് നമ്മുടെ ഉള്ളിൽ നിന്നാണ്. നമ്മുടെ ഉള്ളിൽ നിന്ന് എപ്പോഴാണോ യഥാർത്ഥ മാറ്റം സംഭവിക്കുന്നത് അന്നേരം മുതൽ നമ്മളെ ചുറ്റുപാടുകൾ ചേഞ്ച് ആകുന്നതാണ് എനിക്ക് ഫീൽ ചെയ്ത കാര്യം.
അല്ലാതെ നമ്മൾ ചിന്തിക്കും ഇന്നൊരു ദൈവം എന്നെ രക്ഷിക്കാൻ വരും, ഇന്ന് ആകാശത്ത് നിന്ന് ഒരു യൂണിവേഴ്സ്, ഈവൻ ചില ട്രെയിനേഴ്സും കാര്യങ്ങളും പറയാണ്ട് യൂണിവേഴ്സ് എന്തോ വന്നിട്ട് നിങ്ങളെ സഹായിക്കുന്നില്ല. ശരിക്കും യൂണിവേഴ്സ് എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ആകാശത്തിന് മുകളിലെ ഒരു ഊർജ്ജമോ അല്ലെങ്കിൽ ഒരു ശക്തിയല്ല യൂണിവേഴ്സ്. യൂണിവേഴ്സ് നിങ്ങൾ തന്നെയാണ്. ഒരു സമുദ്രത്തിൽ എങ്ങനെയാണോ മീനുള്ളത്, അതുപോലെ തന്നെയാണ് നിങ്ങൾ ഈ പ്രപഞ്ചത്തിലുള്ളത്. നിങ്ങൾ ഈ പ്രപഞ്ചത്തിൻ്റെ ഭാഗമാണ്. പ്രപഞ്ചത്തിൽ നിന്ന് വിഭിന്നമല്ല നമ്മൾ എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം. ആ ഒരു സത്യം പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നില്ല. അത് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഏതെങ്കിലും ഒരു ശക്തി നിങ്ങളെ പുറമേ രക്ഷിക്കും. അന്നേരം നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളെന്ന് പറയില്ല, നമ്മളെന്ത് ചെയ്യും? ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിക്കല്ലേ. ഈ പ്രാർത്ഥനകൾ കൊണ്ട് യാതൊരു പ്രയോജനമില്ല. ഈവൻ ദൈവം എന്ന് പറയുന്ന വ്യക്തി അല്ലെങ്കിൽ ശക്തിയും ഒരു വ്യക്തിയെ പോലെ കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതായത് ദൈവം ഇപ്പോൾ ഒന്ന് ആലോചിച്ച് ക്രിസ്തു, കൃഷ്ണൻ, അള്ളാഹു എന്നൊക്കെ പറയുന്ന ഒരു വ്യക്തികളാണ്. അന്നേരം നമ്മൾ വ്യക്തികളോട് ഇപ്പം നിങ്ങളോട് തന്നെ സങ്കടപ്പെട്ടിട്ട് എപ്പോഴും ഞാൻ സങ്കടം പറയാണ്, നിങ്ങൾക്ക് എന്നെ ഇട്ടേച്ച് പോവുകയല്ല തോന്നുക. നേരെ മറിച്ച് നിങ്ങളെ പ്രോബ്ലംസിലെ സൊല്യൂഷൻസും കാര്യങ്ങളും ഞാൻ പറഞ്ഞു തരുന്ന സമയത്താണ് നിങ്ങൾക്ക് ഓക്കെ ഇനി എനിക്ക് ഫ്യൂച്ചറുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഭാവിയിൽ എന്തെങ്കിലും ഒരു ചെയ്യാനുള്ള ഒരു സഹായം നിങ്ങൾക്ക് എനിക്ക് നൽകാൻ സാധിക്കാം എന്നുള്ളത്. അതായത് ഞാൻ നിങ്ങളോട് ഡെയിലി വന്ന് സങ്കടങ്ങളും വേദനകളും എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു ആഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുന്ന സമയത്ത് ഓടിപ്പോകും. അതേപോലെ തന്നെയാണ് ദൈവികത എന്ന് പറയുന്നത്. നിങ്ങൾ സങ്കടങ്ങളോ കാര്യങ്ങളോ പറയാതെ പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടിയ ബ്ലെസ്സിങ്സിന് നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങി നോക്കൂ. പ്രാർത്ഥനയുടെ രീതി തന്നെ മാറും. പ്രാർത്ഥനയിൽ നിന്ന് നിങ്ങൾക്ക് എനർജി വരെ കിട്ടുന്നതാണ് എന്നുള്ളതാണ്. അന്നേരം ആ പ്രാർത്ഥന നമ്മളെ ഉള്ളിൽ നിന്ന് വരുന്ന സമയത്ത് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരികയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ 100 110% അല്ലെങ്കിൽ 101% അല്ലെങ്കിൽ 200% മാറ്റം വരുന്നുള്ളതാണ്. പണ്ട് ഞാൻ അമ്പലങ്ങളിലും പള്ളികളിലും പോകുന്ന സമയത്ത് ഞാൻ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന ഇതാണ്: ദൈവമേ, ഞാൻ ആരെയും വേദനിപ്പിച്ചില്ല, എന്നിട്ട് എന്തിനാ എനിക്ക് ഇത്രയും സങ്കടങ്ങൾ തരുന്നത്? ഞാൻ ആരെയും ഒരു ഉറുമ്പിനെ പോലും വേദനിപ്പിച്ചില്ല, എന്തിനാണ് എനിക്കിങ്ങനെ സങ്കടങ്ങൾ തരുന്നത്? അല്ലെങ്കിൽ ഞാൻ എന്ത് തെറ്റിയിട്ടാണ് ഇങ്ങനെ സങ്കടങ്ങൾ തരുന്നത് എന്ന രീതിയിൽ ചോദ്യങ്ങൾ ചോദിച്ചു. ഒരു ഉത്തരവും ലഭിച്ചില്ല. എന്നാലും എൻ്റെ പ്രാർത്ഥന ഇങ്ങനെ മാറ്റി. ഇത്രയും അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. ഈ അനുഗ്രഹങ്ങൾക്കെല്ലാം ഞാൻ അർഹനാണോ എന്ന് അറിയില്ല, എന്നിട്ടും അങ്ങ് അല്ലെങ്കിൽ ആ ഒരു ദൈവികത എന്നെ കൈവിടാതെ ചേർത്ത് പിടിക്കുന്നില്ലേ? എനിക്ക് ആരോഗ്യം തന്നിട്ടുണ്ട്, എനിക്ക് സമ്പത്ത് തന്നിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും എത്രയോ ബ്ലെസ്സിങ്സ് എനിക്ക് നൽകിയിട്ടുണ്ട്. ഇത്രയും ബ്ലെസ്സിങ്സിന് ഞാൻ അർഹത ഉണ്ടോ എന്നുള്ള പോലും എനിക്കറിയില്ല. പക്ഷെ അങ്ങനെ എനിക്ക് തരുന്നു, അല്ലെങ്കിൽ ആ ഒരു ദൈവികത എനിക്ക് നൽകുന്നു. എങ്ങനെയാണ് ഞാൻ നന്ദി പറയേണ്ടതെന്ന് അറിയില്ല. ആ ഒരു പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമ്മുടെ ലൈഫിൽ ചേഞ്ചസ് വരുന്നുള്ളതാണ് സത്യം. ആ ഒരു മാറ്റം നമ്മൾ മറ്റുള്ളവരിലേക്കും എത്തിക്കാൻ സാധിക്കും. ഇപ്പം ഞാൻ തന്നെ എൻ്റെ ലൈഫിൽ ഞാൻ മാറ്റം ഉണ്ടാക്കി, അതിനുശേഷമാണ് എനിക്ക് പറയാൻ സാധിച്ചത്. ഇപ്പം ഞാനൊരു മാറ്റം ഉണ്ടാക്കിയില്ല. ഇപ്പോൾ എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഞാനൊരു വലിയൊരു വീട് എടുക്കുക, കാർ എടുക്കുക എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് എൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ആൾക്കാരുടെ ലൈഫിൽ ചേഞ്ചസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം പണ്ട് ഇപ്പം ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ് തുടങ്ങുന്ന സമയത്ത് പണം എന്നുള്ള രീതിയിൽ മാത്രമാണ് ഞാൻ ചിന്തിച്ചത്. പർപ്പസ് എനിക്കില്ലായിരുന്നു. പർപ്പസ് കണ്ടെത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫിൽ നമ്മളെ ലൈഫുണ്ട്, അല്ലെങ്കിൽ നമ്മളെ ജീവിതം കൊണ്ട് ആൾക്കാരുടെ ലൈഫിൽ ഒരു മാറ്റം കൊണ്ടുവരുന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നതും ഇപ്പോഴുള്ള കുറേ കാലയിൽ ലക്ഷ്യം. അതുകൊണ്ടാണ് മറ്റ് ട്രെയിനേഴ്സിന് കൊടുക്കാൻ പറ്റാത്ത അത്രയും മാറ്റങ്ങൾ. ഇപ്പം എൻ്റെ കയ്യിലുള്ള സക്സസ് സ്റ്റോറീസിൻ്റെ ഒരു 10% സക്സസ് സ്റ്റോറീസ് പോലും ഇതുവരെ യൂട്യൂബിലില്ല. നമ്മളെ ക്ലാസ്സിൽ പങ്കെടുത്ത കുറേ പേര് അവരും ട്രെയിനേഴ്സായി മാറിയിട്ടുണ്ട്. സുജാർ മോഹൻ, ഗ്രീൻ ട്രൂത്തിൻ്റെ വിഷ്ണു, അതോടൊപ്പം തന്നെ ബിബി, കുറേ പേര് ഇങ്ങനെ. സുജാർ മോഹൻ വരുന്ന സമയത്ത്, സുജാർ മോഹൻ ചിലപ്പം പലർക്കും അറിയായിരിക്കും, നമ്മൾ സ്റ്റുഡൻ്റാണ്, എൻ്റെ ഇനീഷ്യൽ സ്റ്റുഡൻ്റാണ്. ഞാനാണ് മെൻറ്ററിങ് ചെയ്തത്. ഞാനാണ് പറഞ്ഞത് ട്രെയിനിങ് മേഖലയിലേക്ക് കടക്കൂ. ഈവൻ നമ്മുടെ യൂട്യൂബ് ചാനൽ അദ്ദേഹത്തിന് ഇൻ്റർവ്യൂ വരെ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം വരുന്ന സമയത്ത് അദ്ദേഹം കിടപ്പിലായിരുന്നു. യാതൊരു പ്രതീക്ഷയില്ലായിരുന്നു. കുറേ മെഡിസിൻസും കാര്യങ്ങളും കഴിച്ചു. പക്ഷേ യഥാർത്ഥ പ്രശ്നം നമ്മുടെ ഉള്ളിൽ കിടക്കുന്നതെന്ന് വെച്ചാൽ നമ്മളെ ഉപബോധ മനസ്സിലാണ്. നമ്മളെ കുട്ടിക്കാലത്തോ അല്ലെങ്കിൽ കുടുംബ ജീവിതത്തിലുള്ള ട്രോമാസ് നമ്മളെ ബാധിക്കും. അപ്പോൾ അത് ഞാൻ പ്രസൻറ്റേഷനിലേക്ക് കടക്കാം, അന്നേരം നിങ്ങൾക്ക് മനസ്സിലാവും. എന്തുകൊണ്ട് നമ്മളെ സ്വപ്നങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ കാര്യം, യു ആർ നോട്ട് അലൈൻമെൻറ്റ് വിത്ത് യൂണിവേഴ്സ്. അതായത് നിങ്ങൾ ഒരിക്കലും അലൈൻമെൻ്റ് ഇല്ല. നമ്മൾ പ്രപഞ്ചവുമായിട്ട് അലൈൻ ചെയ്യുന്ന സമയത്ത് മാത്രമേ ആഗ്രഹങ്ങൾ മാനിഫെസ്റ്റ് ആകുകയുള്ളൂ എന്നുള്ളതാണ് സത്യം. അതെങ്ങനെയാണ് പ്രപഞ്ചവുമായിട്ട് നമ്മൾ അലൈൻമെൻറ്റ് ചെയ്യുക എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അതായത് നിങ്ങളുടെ ലൈഫിൽ ബ്ലോക്ക്സ് വരുന്നത് കൊണ്ടാണ് നിങ്ങളെ പല ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് നടക്കാത്തത്.
അത് മണി ബ്ലോക്ക് ആയിരിക്കും. മണി ബ്ലോക്ക് വരെയുള്ള കാരണങ്ങളിൽ മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മൾ കേട്ടതും ഇവൻ എൻ്റെ ലൈഫിൽ ഉണ്ടായ മണി ബ്ലോക്കിൻ്റെ റീസൺ ഇതാണ്. നിങ്ങളോട് എത്ര പേര് കൂടി പറഞ്ഞിട്ടുണ്ടാവും അച്ഛനമ്മമാർ പണം എന്ന് പറയുന്നത് മോശമായ കാര്യമാണ്, പണം കൂടുതൽ സമ്പാദിക്കുന്നത് തെറ്റാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ? പണം കൂടുതൽ സമ്പാദിക്കുന്നത് മോശമായുള്ള കാര്യമാണ് എന്നൊക്കെയുള്ള പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് അൺമ്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് പറയാം. ജസ്റ്റ് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാം നിങ്ങൾക്ക് എന്താണ് നിങ്ങളോട് രക്ഷിതാക്കൾ പറഞ്ഞത് പണത്തെക്കുറിച്ച് കുട്ടിക്കാലത്ത്. പണം നല്ലതാണെന്നോ അല്ലെങ്കിൽ മോശമായിട്ടുള്ള കാര്യമാണെന്നോ, പണം സമ്പാദിക്കുന്നത് തെറ്റാണെന്നോ, എന്താണ് പറഞ്ഞിരിക്കുന്നത്? വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഉണ്ടാക്കേണ്ടത്, വളരെ കഷ്ടപ്പെട്ടിട്ടാണ് നമുക്ക് പണം കിട്ടുള്ളൂ, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, വേറെ? എന്റെ ഡാഡി ഇങ്ങനെ പറയായിരുന്നു, എന്റെ ഗ്രാൻഡ് ഫാദർ ബിസിനസ് മീൻസ് അന്നത്തെ സമയത്ത്. അപ്പൊ ഇങ്ങനെ പറയും, എന്റെ അപ്പൂപ്പന് പണം എന്ന് മാത്രമേ ചിന്തയുള്ളൂ, ബന്ധങ്ങൾക്ക് വില കൊടുക്കുന്നില്ല, പുള്ളിയെല്ലാം പണത്തിലൂടെ കാണുന്നത് എന്നൊക്കെ പറയും. പക്ഷെ ഡാഡി എത്ര സാലറി ഉണ്ടാക്കിയിട്ടും പണമൊന്നും ബാലൻസ് ഇല്ല. അച്ഛന്റെ കയ്യിൽ പണം ഉണ്ടായിരുന്നു, ആ ഒരു ഡിഫറൻസ്. ഓക്കെ, ശരി. ഓക്കെ, വേറെ എന്താണ് പറഞ്ഞത് നിങ്ങളോട്? ഹായ് സാർ. പണത്തിന് ഇങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥയായിരുന്നു നമ്മളെ ചെറുപ്പകാലത്ത് കണ്ടിരുന്നത്. അതുകൊണ്ട് അങ്ങനെ പല തരത്തിലും പണത്തിന് ബുദ്ധിമുട്ടുന്ന അവസ്ഥയാണ് ചെറുപ്പകാലത്ത് അനുഭവിച്ചത്. അങ്ങനെ ആ സമയത്ത് ഇങ്ങനെ പണം നല്ലതല്ല എന്നൊന്നും പറയാനുള്ള ഒരു സാഹചര്യം ഒന്നും ഉണ്ടായിരുന്നില്ല, ബുദ്ധിമുട്ടുന്നത് കൊണ്ട്. അതാണ് എന്റെ ചെറുപ്പകാലത്ത് ഉണ്ടായിരുന്നത്. ഓക്കെ, ശരി. എന്റെ ലൈഫിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതും ഇങ്ങനെ ഒരാളോട് ആവശ്യപ്പെടുന്നതും ഇന്ന കാര്യം സാധിക്കാത്ത പോയതും എല്ലാം അനുഭവത്തിലുണ്ട്. അങ്ങനെ അച്ഛൻ അസുഖം വന്നു, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ. അപ്പൊ നമുക്ക് പണം ആവശ്യമാണല്ലോ. അപ്പൊ കുറച്ച് ബുദ്ധിമുട്ടി ചികിത്സിക്കാനും അങ്ങനെയൊക്കെ ഉള്ള അവസരങ്ങള് ബുദ്ധിമുട്ട് നന്നായിട്ട് അനുഭവിച്ചിട്ടുണ്ട് ചെറുപ്പത്തിൽ. പിന്നെ ഓരോ നിയമങ്ങളെ മാറ്റം കൊണ്ട് നമ്മളെ സ്വത്തും അതും ഇതും എല്ലാം നഷ്ടപ്പെട്ടിട്ടും അങ്ങനെ അതാണ് ഏറ്റവും വലുതായിട്ട് അനുഭവിച്ചത് ആ സമയത്ത്. ഇതേപോലെ തന്നെയാണ് എൻ്റെ ലൈഫിൽ നടന്നത്. എപ്പോഴും പണം എന്ന് പറയുന്നത് കൂടുതൽ സമ്പാദിക്കുന്നത് തെറ്റാണെന്നോ, അതോടൊപ്പം പണം തരുന്ന സമയത്തും കഷ്ടപ്പാടുകളും കാര്യങ്ങളും പറഞ്ഞിട്ടാണ് നിങ്ങളുടെ ലൈഫിൽ ഉള്ളതെങ്കിൽ, പണത്തെ കാണുന്നതെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ മണി ബ്ലോക്ക് ഉറപ്പായിട്ട് വരും. എൻ്റെ ലൈഫിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു. അതായത് പണം എത്ര സമ്പാദിക്കുന്ന സമയത്ത് പോലും പണം എൻ്റെ കയ്യിൽ നഷ്ടപ്പെടുമോ അല്ലെങ്കിൽ എനിക്ക് അർഹത ഉണ്ടോ എന്നുള്ള ചിന്തയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അത് മണി ബ്ലോക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന കാര്യമാണ്. എനിക്ക് അർഹതയുണ്ട്, ഐ ഡിസേർവ് ദാറ്റ് എന്ന രീതിയിൽ നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങണം. ആ ഒരു ചിന്ത. ഇപ്പോൾ ഞാൻ പറയുന്നു ഇതേപോലെ മോട്ടിവേഷൻ കാര്യങ്ങൾ തരുന്നു, ഒരു കാര്യം നിങ്ങൾക്ക് മാറ്റം വരാൻ പോകുന്നില്ല. കാരണം നിങ്ങൾക്ക് ഈ ഓൾറെഡി അറിയുന്ന കാര്യങ്ങളാണ് സത്യത്തിൽ. അതേപോലെ തന്നെയാണ് റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ. ഇപ്പോൾ ബ്രോക്കൺ റിലേഷൻഷിപ്പിൽ നിന്നാണ് നിങ്ങൾ വരുന്നതെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഓട്ടോമാറ്റിക്കായി. ഇപ്പം എൻ്റെ ലൈഫിൽ തന്നെ എൻ്റെ ഫ്രണ്ട്ഷിപ്പിലും എല്ലാം തന്നെ എനിക്ക് പറ്റിയത് ഇതേപോലെ ബ്രോക്കൺ റിലേഷൻഷിപ്പ് ആയിരുന്നു അച്ഛനും അമ്മയും തമ്മിലുണ്ടായിരുന്നത്. ഇത് കാരണം നമ്മളെ സൗഹൃദമാവട്ടെ മറ്റു ബന്ധങ്ങളാവട്ടെ എല്ലാത്തിലും ഒരു ബ്രോക്കൺ, ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ എന്തോ ഒരു ഭയം ജനിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ആ ഒരു ഭയവും കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളെ മാനിഫെസ്റ്റേഷനെ ബ്ലോക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മൾ ചിന്തിക്കും നെറ്റിന്റെ പ്രോബ്ലം ഉണ്ടാവുന്നുണ്ട്, അത് അവിടെയുള്ള പ്രോബ്ലം ആണോ സാർ, അല്ല ഇവിടെ എനിക്ക് മാത്രം ഉണ്ടാവുന്ന പ്രോബ്ലം ആണോ? നെറ്റ് ഇങ്ങനെ ഇടക്കിടക്ക് സ്റ്റക്ക് ആയി പോന്നു. സ്റ്റക്ക് ആവുന്നുണ്ടോ? എനിക്ക് 2 പ്രാവശ്യമായി ഇപ്പൊ സ്റ്റക്ക് ആവുന്നു. നമുക്ക് എല്ലാവർക്കും ഉണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഉണ്ട് സാർ, പേര് മാത്രം കാണുന്നു. ഓക്കെ ഓക്കെ, ഉണ്ടാവില്ല. അന്നേരം ഞാൻ പറഞ്ഞു വന്നത് പോലെ പണത്തിൻ്റെ ബ്ലോക്ക് വരെയുള്ള കാരണം മെയിനായിട്ടുള്ള ഈ പണം നിങ്ങൾ എങ്ങനെയാണോ ഡീൽ ചെയ്യുന്നത്. പണം എന്ന് പറയുന്ന ഒരു ഊർജ്ജമാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, പണം എന്ന് പറയുന്ന ഒരു ഊർജ്ജമാണ്. ഈ പണത്തെ നമ്മൾ സ്നേഹിക്കാൻ തുടങ്ങുന്ന സമയത്ത് പണം നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങും. പണത്തെ നമ്മൾ ശത്രുവായിട്ട് അല്ലെങ്കിൽ ഒരു കിട്ടാക്കനിയായിട്ട് നമ്മൾ കാണുകയാണെങ്കിൽ പണം വരില്ല. അതോടൊപ്പം തന്നെ
പണം നൽകേണ്ട ആശയങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ നമ്മൾ ലൈഫിൽ നിന്ന് ഇല്ലാതാകുകയാണ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ പണ്ടെല്ലാം പണത്തെ ആഗ്രഹിക്കുന്ന സമയത്തും പണത്തിൻ്റെ ഉള്ളിൽ എൻ്റെ ഉള്ളിൽ ഒരു ഭയം ഉണ്ടായിരുന്നു. ഇതെല്ലാം എനിക്ക് കിട്ടിയാൽ അർഹത ഉണ്ടോ, അല്ലെങ്കിൽ ഇതെല്ലാം ചുമ്മാ, ഈവൻ ലോ ഓഫ് അട്രാക്ഷൻ വരെ പറയുന്ന സമയത്ത് ഇതെല്ലാം ചുമ്മാ അതുള്ള കാര്യമല്ലേ, ഇതിലെന്തെങ്കിലും സത്യമുണ്ടോ, അല്ലെങ്കിൽ എന്ത് കാര്യമുള്ളത് എന്നൊക്കെ രീതിയിൽ ചിന്തിച്ചിരുന്നു. എന്നാൽ എൻ്റെ ലൈഫിൽ നോക്കുന്ന സമയത്ത് ഞാൻ നെഗറ്റീവായ കാര്യങ്ങളാണ് കൂടുതലായിട്ട് എൻ്റെ ലൈഫിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നത്. കാരണം നമ്മൾ ഉള്ളിൽ എന്താണ് ബ്ലോക്സ് ആണുള്ളത്. കാരണം പെയിനും സഫറിങ്സും അതോടൊപ്പം തന്നെ ജീവിതത്തിൽ എല്ലാ പ്രതീക്ഷയും അവസാനിച്ച സമയത്ത് ആ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകാൻ നിങ്ങൾ എപ്പോഴും മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യം നെഗറ്റീവായിരിക്കും. അതായത് നിങ്ങൾ പോസിറ്റീവായി, ഇപ്പോൾ ചില ആൾക്കാർ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് 5 മിനിറ്റ് പോസിറ്റീവായ കാര്യം ചിന്തിക്കും, പിന്നെ അവരങ്ങ് വിട്ടേക്കും അല്ലേ, അവരങ്ങ് വിട്ടേക്കും. പിന്നെ അത് കഴിഞ്ഞ് ബാക്കിയുള്ള 5 മിനിറ്റ് കഴിഞ്ഞാൽ 23 മണിക്കൂറും 55 മിനിറ്റും അവർ ചിന്തിക്കുന്നത് എന്താണ്, നെഗറ്റീവായ കാര്യങ്ങളാണ്. ചുറ്റുപാടുകളും കിടന്നുറങ്ങുന്ന സമയത്ത് നെഗറ്റീവായുള്ള വീഡിയോസും കാര്യങ്ങളും കണ്ടുകൊണ്ടാണ് നമ്മൾ ലൈഫിനെ മുന്നോട്ട് പോകുന്നത്. മറ്റൊരു കാര്യമാണ്, പണം സമ്പാദിക്കുന്ന ആൾക്കാരെ കാണുന്ന സമയത്ത് അവരെ കൊണ്ട് കുറ്റങ്ങൾ പറയുക. ഒരു മനോഹരമായ രീതിയിൽ വസ്ത്രം ധരിച്ച ഒരാൾ പോവുകയാണെങ്കിൽ വലിയ ആൾ അങ്ങനെ തോന്നാറില്ലേ, വലിയ മോടിയെല്ലാം കാണിക്കാൻ നടക്കുന്ന ആൾ അല്ലേ, വലിയ ഷോ ഓഫ് ചെയ്യുന്ന ആൾ, അവൾക്കെല്ലാം പണം ദാനം കൊടുത്തോടെ എന്നൊക്കെ രീതിയിൽ നിങ്ങൾ ചിന്തിക്കാറില്ലേ, മനസ്സിലുണ്ടാവാറില്ലേ അല്ലേ, മനസ്സിലുണ്ടാവാറില്ല അങ്ങനത്തെ ചിന്ത ഉണ്ടാവാറുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറയാം, കമ്മ്യൂട്ട് ചെയ്തിട്ട് പറയാം നിങ്ങളെ അഭിപ്രായം, അല്ലാതെ ഒരു 1 വേ ടോക്കല്ല ഇത്. ഇല്ല സാർ, എല്ലാവരും നന്നായിരിക്കണം എന്നാണ് ഞാനൊക്കെ ചിന്തിക്കാറ്. മുൻപ് അതാണ് ഇതേപോലെ തന്നെ സന്തോഷം. നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പൊ അങ്ങനെ ചിന്തിക്കാറില്ല. ഓക്കെ, എനിക്ക് നേരത്തെ ഉണ്ടായിരുന്നു. ഞാൻ സത്യസന്ധമായ രീതിയിൽ പറയണം, എനിക്ക് നേരത്തെ ഉണ്ടായിരുന്നു. പണക്കാരെല്ലാം കാണുന്ന സമയത്ത് പണം ഇങ്ങനെ ഇതാക്കുന്നു, പാവങ്ങൾക്കെല്ലാം കൊടുത്തുകൂടെ എന്ന രീതിയിലായിരുന്നു ചിന്ത ഉണ്ടായിരുന്നത്. തോന്നിയിട്ടുണ്ടായിരുന്നു സാർ, എനിക്കും തോന്നിയിട്ടുണ്ടായിരുന്നു. അത് ചിന്ത ഉണ്ടായിരുന്നു. ഇത് തന്നെ ഇത്ര വിലയുള്ള വാഹനങ്ങളും അല്ലെങ്കിൽ വീടുകളിലെല്ലാം തന്നെ യാത്ര ചെയ്യുന്നത്, വീടുകളിൽ താമസിക്കുന്നത്, യാത്ര ചെയ്യുന്നതെല്ലാം ചിന്ത എനിക്കുണ്ടായിരുന്നു. ഇതെല്ലാം സത്യത്തിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ബ്ലോഗ്സ് ആണ്. അതായത് ഇവിടെ നമ്മൾ ഉപബോധ മനസ്സിൽ കൊടുക്കുന്ന ചിന്ത എന്ന് പറയുന്നത് പണം എന്ന് പറയുന്ന കാര്യം ഒരു തെറ്റായുള്ള വസ്തുവാണ്. അതോടൊപ്പം തന്നെ പണം കൂടുതൽ സമ്പാദിക്കുന്നതും തെറ്റാണ് എന്നുള്ള മെസ്സേജാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എപ്പോൾ മുതലാണോ നമ്മൾ പണക്കാരെ സ്നേഹിക്കാൻ തുടങ്ങുന്നത്, അതായത് പണക്കാരെയും പണം സമ്പാദിക്കുന്ന വഴികളെ സ്നേഹിക്കാൻ തുടങ്ങിയത്, അതായത് നമ്മുടെ മുന്നിൽ പണം വരെയുള്ള അവസരങ്ങളും വ്യക്തികളും എല്ലാം തന്നെ ഉണ്ടാകുന്നതാണ് എന്നതാണ്. അതെൻ്റെ എക്സ്പീരിയൻസ് ആണ്. ഞാൻ പണ്ടെല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള പണക്കാരെ കാണുന്ന സമയത്ത് വലിയ ആൾക്കാർ, അഹങ്കാരികൾ എന്നൊക്കെയാണ് ചിന്തിച്ചത്. ഇപ്പം ഞാൻ പണക്കാരെ കാണുന്ന സമയത്ത് എത്രയോ ബ്ലെസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. കാരണം അവരുടെ ഉള്ളിൽ ഡിവിനിറ്റി ഉണ്ട്, അല്ലെങ്കിൽ പണം എന്ന് പറയുന്നത് ദൈവികമായിട്ടുള്ളൊരു വസ്തുവായിട്ട് ഞാൻ കാണാൻ തുടങ്ങി. അതേപോലെ തന്നെയാണ് ദൈവികമായിട്ടുള്ള വസ്തു നമ്മളെ കയ്യിൽ നിൽക്കണമെങ്കിൽ നമ്മളുടെ ഉള്ളിൽ ഒരു ദൈവികത വേണം അല്ലേ. അങ്ങനെ അവരെ ചിലപ്പോൾ അവർ വ്യക്തിപരമായിട്ട് ചിലപ്പം അവർ പല തെറ്റുകളും ചെയ്യുന്നുണ്ട്, പക്ഷേ അവരുടെ കയ്യിലുള്ള ആ ഒരു പണത്തെ നമ്മളെപ്പോഴും റെസ്പെക്റ്റ് ചെയ്യാൻ വേണ്ടി ശീലിക്കണം. ആ പണത്തെ റെസ്പെക്റ്റ് ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ നമ്മുടെ ലൈഫിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്ന കാര്യം 100 അല്ല 200% ഉറപ്പാണ്. ആ ഒരു മാറ്റങ്ങൾ നിങ്ങൾ ബോധപൂർവ്വം നിങ്ങൾ ലൈഫിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ മിറാക്കിൾസ് മാത്രമാണ് സംഭവിക്കുക. അത് ചുമ്മാ പറഞ്ഞല്ല, എൻ്റെ ലൈഫിലുണ്ടായ കാര്യമാണ്. പണം ഉണ്ടാക്കുന്ന പണക്കാരെ, അതായത് കോടീശ്വരന്മാരെ കാണുന്ന സമയത്ത്, അത് വീഡിയോസ് ആവട്ടെ അല്ലെങ്കിൽ അവരെ ഫോട്ടോസ് ആവട്ടെ കാണുന്ന സമയത്ത് അവരെ ദൈവം അനുഗ്രഹിക്കട്ടെ, അവരെത്രയോ ബ്ലെസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അതേപോലെ തന്നെ ഇന്നല്ലെങ്കിൽ ഞാനും അതേപോലെ ആയി മാറും. അതിലൂടെ എനിക്ക് ലോകത്തെ സേവിക്കണം അല്ലെങ്കിൽ ലോകത്തെ സെർവ് ചെയ്യണം എന്നുള്ള ചിന്തയാണ് എനിക്കുള്ളത്. ആ ഒരു ചിന്ത, ആ ഒരു തോട്ട് നമ്മളുടെ ലൈഫിൽ മാറ്റം കൊണ്ടുവരാൻ സാധിക്കും. ആ ഒരു മാറ്റം, അതായത് നിങ്ങളുള്ളിൽ ഒരു ഡിവിനിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിൽ മാറ്റം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഉള്ളിൽ മാറ്റം വരും എന്നുള്ളതാണ്. അതായത് നമ്മൾ ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ വൃക്ഷം എന്താണ് ചെയ്യുന്നത്, ഫലങ്ങൾ മറ്റുള്ളവർക്ക് നൽകുന്നു അല്ലേ. അതേപോലെ തന്നെ നമ്മുടെ ലൈഫും കൊണ്ട് എന്ത് മാറ്റമാണ് നിങ്ങൾ സൊസൈറ്റിയിലേക്ക് നൽകാൻ പോകുന്നത് എന്നുള്ളത് ചിന്തിക്കുക. ആ ഒരു മാറ്റമായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം. ഇപ്പോൾ പണം എന്ന് പറയുന്നത് ഒരു ബൈ പ്രൊഡക്റ്റാണ്. ഞാൻ എപ്പോഴും
ഞാനിപ്പോഴും മനസ്സിലാക്കുന്നത്. എനിക്ക് തോന്നുന്നു ഞാൻ മാത്രമാണ് പറയാറ്. ഇപ്പം ലോ ഓഫ് അട്രാക്ഷൻ ട്രെയിനേഴ്സ് ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് പറയുന്ന സമയത്ത് ഞാൻ പറയാം, ട്രെയിനേഴ്സ് എല്ലാം പണം ഉണ്ടാക്കുന്നത്, എൻ്റെ സ്റ്റുഡൻസ് ആവട്ടെ അല്ലെങ്കിൽ മറ്റുള്ളവരാവട്ടെ, അവരെല്ലാം മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു കോഴ്സിലൂടെയാണ് അല്ലേ. ഇപ്പം നിങ്ങൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കോഴ്സ് മാത്രമല്ല, ഈ ലോ ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ, എനിക്ക് സ്വന്തമായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട്, വേറെ കുറച്ച് ബിസിനസ്സുകളുണ്ട്. അതുകൊണ്ട് ഞാൻ കൂടുതൽ ആക്റ്റീവായിട്ട് ഇതില്ലാത്തത്. കോഴ്സുകളും കാര്യങ്ങളും വളരെ മിനിമലായിട്ടുള്ള ആൾക്കാർക്ക് കൊടുക്കുന്ന അതാണ്. അന്നേരം ഞാൻ ആഗ്രഹിക്കുന്നത് വെച്ചാൽ, ഇപ്പം ഞാൻ സുജാർ മോഹനോട് അതോടൊപ്പം തന്നെ ഓരോരുത്തരോടും കറക്റ്റായിട്ടുള്ള ഗൈഡൻസ് കൊടുത്ത് കോഴ്സ് എങ്ങനെ ഡിസൈൻ ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. അതിലൂടെയാണ് അവർ പണം ഉണ്ടാക്കുന്നത്. ഇപ്പം ഞാനാവട്ടെ, വിഷ്ണു ആവട്ടെ, ഗ്രീൻ ട്രൂത്തിൻ്റെ വിഷ്ണു എല്ലാം തന്നെ നമ്മുടെ സ്റ്റുഡൻസ് ആണ്. അവരെല്ലാം തന്നെ പണം ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വഴി ഇതാണ്, കോഴ്സസ് സെല്ല് ചെയ്യുന്നതാണ്. അതേപോലെ ഒരു പ്രൊഡക്റ്റോ സർവീസോ നമ്മളെ ലൈഫിൽ, അതായത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വേണം. അല്ലാതെ കുറച്ച് അഫർമേഷനോ സ്വിച്ച് വേർഡ്സോ മാത്രമായിട്ട് കാര്യമില്ല. അത് ഇന്നോവേറ്റീവായ രീതിയിൽ നിങ്ങൾ അവതരിപ്പിക്കുകയും വേണം. ഇന്നോവേറ്റീവായ രീതിയിൽ ഞാൻ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ, കോഴ്സുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്, എന്നെ പോലെ പല ട്രെയിനേഴ്സും കോഴ്സുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നെ മാറ്റി നിർത്തുന്നത് റിസൾട്ടാണ്. എപ്പോഴും നമ്മൾ വ്യത്യസ്തമാക്കി മാറ്റുന്നത് എന്താണ്? ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ യൂട്യൂബ് ചാനൽ നോക്കുകയാണെങ്കിൽ എൻ്റെ ഏകദേശം 90% വീഡിയോസും സക്സസ് സ്റ്റോറീസാണ്. ഇവൺ ഒരു പുതിയൊരു ചാനൽ ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിൻ്റെ അകത്ത് കുറച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡെയിലി ഓരോരോ സക്സസ് സ്റ്റോറീസ്, അത് റിലേഷൻഷിപ്പ്, ഹെൽത്ത്, ജോബ്, പണം, അങ്ങനെ പല കാര്യങ്ങളെക്കുറിച്ചുള്ള സക്സസ് സ്റ്റോറീസ് ഷെയർ ചെയ്യണമെന്നുള്ള പ്ലാനിങ്ങിലുണ്ട്. കാരണം എന്താണ്, അത്രയും സക്സസ് സ്റ്റോറീസ് ഇപ്പം പെൻഡിങ്ങിലുണ്ട്. ഓരോ ദിവസവും ഓരോ സ്റ്റോറീസ് ഇടണം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ വ്യത്യസ്തമാക്കുന്നത് അതാണ് എന്നുള്ളതാണ്. ഇപ്പം പ്രമീള മേഡം എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, അദ്ദേഹം ഡ്രസ്സ് സെല്ല് ചെയ്യുന്നതാണ്. അദ്ദേഹം ഡ്രസ്സ് സെല്ല് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഓർണമെന്റ്സ് അല്ലേ, എല്ലാവരും എന്താണ് ചെയ്യുക, ഡ്രസ്സ് ജസ്റ്റ് സെല്ല് ചെയ്യുന്നു. നമ്മളെ എലൈൻമെന്റ് മാസ്റ്ററിയിലാണ് ഡ്രസ്സ് സെല്ല് ചെയ്യുന്നതോടൊപ്പം തന്നെ ആ ഡ്രസ്സിന് അനുയോജ്യമായുള്ള ഓർണമെന്റ്സ് അദ്ദേഹം സെല്ല് ചെയ്യുന്നു. ഇപ്പോൾ ഒരു ഡ്രസ്സ് എടുത്തു, അതിന് അനുയോജ്യമായ ഓർണമെന്റ്സ് തിരഞ്ഞിട്ട് ചിലപ്പോൾ 1, 2, 3 മണിക്കൂർ കുറേ ഷോപ്പിൽ നടക്കേണ്ടി വരും. നേരെ മറിച്ച് അതിനോടൊപ്പം തന്നെ അഡീഷണലായിട്ട് ഓർണമെന്റ്സ് കൊടുക്കുകയാണെങ്കിൽ ഓക്കെ, അത് സെലക്ട് ചെയ്തുകൊണ്ട് നമുക്കതിൻ്റെ ടൈം സേവ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ വാല്യൂ ആഡഡ് സർവീസ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് എന്നുള്ളതാണ്. ആ ഒരു സർവീസ് ഇവൻ പണം വരണമെങ്കിൽ ഇതേപോലെ എന്തെങ്കിലും നിങ്ങൾ ചെയ്തിരിക്കണം. അല്ലാതെ കുറച്ച് സ്വിച്ച് വേർഡ്സോ കുറച്ച് അഫർമേഷൻസോ മാത്രം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. കുറച്ച് വിഷ്വലൈസേഷൻ ചെയ്യും. വിഷ്വലൈസേഷൻ ചെയ്യാൻ റിസൾട്ട് ഉണ്ടാകുന്ന കാര്യം സത്യമാണ്. പക്ഷേ വിഷ്വലൈസേഷൻ ചെയ്യുന്ന സമയത്തും നമ്മൾ എന്തെങ്കിലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ഞാൻ എലൈൻമെന്റ് മാസ്റ്ററിൽ എല്ലാവരും പറയും, നിങ്ങൾ എന്തെങ്കിലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും, നിങ്ങൾ എന്തെങ്കിലും ഒരു ജോലി, ചെറിയ ജോലിയെങ്കിലും സ്റ്റാർട്ട് ചെയ്യും. അതില്ലെങ്കിൽ ഞാൻ പറഞ്ഞത് എന്താ തുടങ്ങേണ്ടതെന്നുള്ളത്. അങ്ങനെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് മാത്രമേ പണം വരികയുള്ളൂ. അതാണ് പലപ്പോഴും ലോ ഓഫ് അട്രാക്ഷൻ പരാജയപ്പെടുന്നതിന് റീസൺ ഇതാണ്. എന്ത് ചെയ്യും, അവർ കണ്ണുകളടക്കും, എന്നിട്ട് വിഷ്വലൈസ് ചെയ്ത് നിൽക്കും. അവരുടെ മുന്നിലേക്ക് അവസരങ്ങളാണ് വരുന്നത് അല്ലേ. അവസരങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. ഈ അവസരങ്ങളെ ആരാണോ പ്രയോജനപ്പെടുത്തുന്നത് അവൻ ലൈഫിൽ മാറ്റം ഉണ്ടാവും. സീക്രട്ട് എന്ന് പറയുന്ന പുസ്തകത്തിൽ 3 കാര്യങ്ങളാണ് പറയുന്നത്. ആസ്ക്, ബിലീവ് ആൻഡ് റിസീവ് എന്ന് പറയുന്ന കാര്യം. പക്ഷെ അതിൽ വിട്ടുപോയ കാര്യമാണ് ഇൻസ്പയർഡ് ആക്ഷൻ എന്ന് പറയുന്നത്. എത്രത്തോളമാണ് നിങ്ങൾ ഇൻസ്പയർഡ് ആയിട്ട് ആക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്, അത്രത്തോളം ചേഞ്ചസ് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അല്ലാതെ വീട്ടിൽ വെറുതെ ഇരുന്നിട്ട് അടുക്കളയിൽ ഇരുന്നിട്ട് വെറും ജോലി ചെയ്യുക, അല്ലെങ്കിൽ ഒന്നും ചെയ്യാതെ ജസ്റ്റ് എന്തെങ്കിലും ഒരു ടെക്നിക്ക് മാത്രം ഉപയോഗിച്ചിട്ട് കാര്യമില്ല. നിങ്ങളുടെ ലൈഫിൽ മാറ്റം വേണ്ട, നിങ്ങൾ എൻ്റെ ആക്ഷൻസ് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഞാൻ തന്നെ കുറേ ബിസിനസ്സുകൾ ചെയ്യുന്നുണ്ട്. അതെല്ലാം ചെയ്യാതെ ഞാൻ കുറച്ച് റൂമിൽ അടച്ചിരുന്നിട്ട് എന്നെ ഒരു വാട്സപ്പിലൂടെ ഒരു പുള്ളിക്കാരൻ കോൺടാക്ട് ചെയ്തിരുന്നു. ശരത്ത് എന്നാണ് പേര്. അതേ ഏതോ ട്രെയിനർ പറഞ്ഞു, ശരത്തെ മാനിഫെസ്റ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊന്നും ചെയ്യേണ്ട, യൂണിവേഴ്സ് നമുക്ക് എല്ലാം നൽകുമെന്ന് പറഞ്ഞു. അന്നേരം ശരത്തിൻ്റെ കൂടെ അദ്ദേഹത്തിന് ആ മെൻറ്റർ പറഞ്ഞു കൊടുത്തു, നീ എന്ത് ചെയ്യണം, വെജിറ്റേറിയൻ മാത്രം കഴിക്കാം, മെഡിറ്റേഷൻ 8 മണിക്കൂർ നേരം മെഡിറ്റേഷൻ ചെയ്യാം, നിന്റെ വൈബ്രേഷൻ ഹയറാക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളിക്കാരൻ എന്ത് ചെയ്തു, വെജിറ്റേറിയൻ ഫുഡ് കഴിച്ചു, റൂമിൻ്റെ അകത്തിരുന്നു, എന്നിട്ട് 1 മാസത്തോളം ഫുൾ മെഡിറ്റേഷൻ അങ്ങനെ ചെയ്തു. ഞാൻ ചോദിച്ചു, അവനെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അതേ ഏജാണ്, അദ്ദേഹം എന്നെ വിളിച്ചു. ഞാൻ ചോദിച്ചു, എന്നിട്ട് മാറ്റം ഉണ്ടായോ? എന്ത് മാറ്റം? ഒരു മാറ്റം ഉണ്ടായില്ല എന്ന് പറഞ്ഞു. കാരണം എന്താണ് റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആക്ഷൻ എടുക്കാത്തോളം കാലം, നിങ്ങളെ ഫീൽഡിനെ കുറിച്ച്, നിങ്ങളെ മാർക്കറ്റിനെ കുറിച്ച് പഠിക്കാത്തോടത്തോളം കാലം നിങ്ങളുടെ ലൈഫിൽ ഒന്നും മാറ്റം ഉണ്ടാക്കാൻ പോകുന്നില്ല. അല്ലാതെ അതാണ് ഞാൻ പറഞ്ഞത്, ശരത്തിനോട് പറഞ്ഞു, നിങ്ങൾ ഇത് ചെയ്യല്ലേ, നിങ്ങൾ എന്തെങ്കിലും
നിങ്ങൾ എന്താണ് സ്കില്ല്, വയലിൻ ഇൻസ്റ്റാഗ്രാം പേജ് തുടങ്ങും, അതിലൂടെ അദ്ദേഹത്തിന് ചെറിയ ചെറിയ വർക്ക് കിട്ടാൻ തുടങ്ങി. സിമ്പിളായിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞു കൊടുത്തത്. അദ്ദേഹം നമ്മളെ അലൈൻമെൻറ്റ് മാസ്റ്ററിയിലെ ഇനീഷ്യൽ ബാച്ചുള്ള ഒരു വ്യക്തിയും കൂടിയിട്ടാണ്. അദ്ദേഹം ഇപ്പോൾ സ്വന്തമായിട്ട് പ്രോഗ്രാംസ് കണ്ടിരിക്കുന്നത്, പല ചേഞ്ചസും കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. അല്ലാതെ ഒരു റൂമിൽ അടച്ചിട്ടിരുന്നിട്ട് കുറച്ച് മെഡിറ്റേഷൻ ചെയ്ത് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ കാര്യമില്ല. ആ ഒരു മാറ്റം നിങ്ങളിലേക്ക് സംഭവിക്കണമെങ്കിൽ നിങ്ങളുടെ ഹീലിംഗ് ആണ് വേണ്ടത്. അന്നേരം ഈ ഒരു രീതിയിൽ പണത്തെ നിങ്ങൾ കാണാൻ വേണ്ടി ശ്രമിക്കുക. ആ ഒരു ചേഞ്ചസ് ആണ് നിങ്ങൾ കൊണ്ടുവരേണ്ടത്. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ കുട്ടിക്കാലത്തുള്ള കുറേ ട്രോമാസ് പലരും, ഇന്ന് തന്നെ ഒരു രമ്യ എന്ന് പറഞ്ഞ ആൾ, അദ്ദേഹം നമ്മളെ ഗ്രൂപ്പിൽ അലൈൻമെൻറ്റ് മാസ്റ്ററി എന്ന് പറഞ്ഞ ഇപ്പോൾ നടക്കുന്ന ക്ലാസ്സിൽ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിരുന്നു. അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ കുറേ ഡൗൺ ആയിരുന്നു. കാരണം എന്താണ്, മനസ്സിൻ്റെ അകത്ത് അത്രയും വേദനകളും സങ്കടങ്ങളും വിഷമങ്ങളും എല്ലാം ആണുള്ളത്. ആ വേദനകളും വിഷമങ്ങളെല്ലാം തന്നെ നിങ്ങൾ മാറ്റാത്തോടത്തോളം കാലം നിങ്ങളുടെ ലൈഫിൽ മാറ്റം സംഭവിക്കില്ല. അത് ജോലിയുടെ കാര്യത്തിലാവട്ടെ, പണത്തിൻ്റെ കാര്യത്തിൽ, റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലെല്ലാം തന്നെ നിങ്ങളുടെ രൂപത്തിൽ വരെ മാറ്റം സംഭവിക്കില്ല. പണ്ടത്തെ വീഡിയോസും ഇപ്പോഴുള്ള വീഡിയോസും നിങ്ങൾ കാണുകയാണെങ്കിൽ എൻ്റെ രൂപത്തിലുള്ള മാറ്റം നിങ്ങൾ കാണാൻ സാധിക്കും അല്ലേ. കുറേ പേര് പറഞ്ഞു ഇതിൽ പുതിയതായിട്ട് ജോയിൻ ചെയ്ത ആൾക്കാരാണ്. എന്നാലും ജസ്റ്റ് എൻ്റെ പണ്ടത്തെ ഫോട്ടോ കാണിച്ചു തരാം. എൻ്റെ പണ്ടുള്ള രൂപമായിരുന്നത്. എൻ്റെ പണ്ടുള്ള രൂപമായിരുന്നത് ഇങ്ങനെയായിരുന്നു എൻ്റെ രൂപം എന്ന് പറയുന്നത്. ഇപ്പം ഈ രൂപത്തിലേക്ക് മാറി. ജസ്റ്റ് നോക്കാൻ മനസ്സിലാവും. ഒന്ന് തന്നെ ബ്രൈറ്റ്നസ് കൊടുത്തരാം. ഇതായിരുന്നു എൻ്റെ പണ്ടത്തെ രൂപം എന്ന് പറയുന്നത്. അതിനാണ് ഈ രൂപത്തിലേക്ക് മാറാൻ സാധിച്ചത്. ഇതെല്ലാം പോസിബിളാണ്. നമ്മൾ എത്രത്തോളമാണോ നമ്മളെ സ്നേഹിക്കുന്നത്, അത്രത്തോളം നമ്മളെ പണമായാലും ബന്ധങ്ങളായാലും എല്ലാം തന്നെ സ്നേഹിക്കും. ഇപ്പോൾ അലൈൻമെൻറ്റ് മാസ്റ്ററിയിൽ പ്രമീള വേണം നമ്മുടെ ക്ലാസ്സിൽ വരുന്ന സമയത്ത് കുറേ പ്രായം തോന്നിച്ചിരുന്നു. അതേപോലെ ദുർഗാദേവി, ഇതിലുണ്ടോ ദുർഗാദേവി? പിന്നെ എൽസി വേണം. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ? നമ്മുടെ അലൈൻമെൻറ്റ് മാസ്റ്ററിയിലെ ആൾക്കാരാണ്. അതായത് ഇതിൽ വേറെ ആൾക്കാരുണ്ടോ എന്ന് അറിയില്ല അലൈൻമെൻറ്റ് മാസ്റ്ററിയിലെ. ഓക്കെ, അതായത് ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ സ്നേഹിക്കുക എന്നുള്ളതാണ്. നിങ്ങളെ അത്രത്തോളം തീവ്രമായ രീതിയിൽ നിങ്ങളെ സ്നേഹിക്കുക. നമുക്ക് മാറ്റം വരും. ലവ് എന്ന് പറയുന്ന കാര്യമുണ്ട്. ലവ് പലപ്പോഴും നമ്മൾ മറ്റുള്ളവരെയാണ് സ്നേഹിക്കുന്നത്, ഒരിക്കലും തന്നെ മതം പഠിപ്പിക്കുന്നത് എന്താണ്? ദൈവത്തെ സ്നേഹിക്കൂ. അല്ലെങ്കിൽ നിങ്ങളെ രക്ഷിതാക്കൾ പറഞ്ഞിരുന്ന പങ്കാളിയെ സ്നേഹിക്കും. ഓക്കെ, ഇങ്ങനെ മറ്റുള്ളവരെ സ്നേഹിച്ച് ആരും തന്നെ പറയില്ല നിങ്ങളെ സ്നേഹിക്കുക എന്നുള്ളത്. നമ്മളെ ആഴത്തിൽ സ്നേഹിക്കുക. നമ്മളെ സൗന്ദര്യത്തെ, കണ്ണുകളെ, നമ്മളെ ഹെയറിനെ, നമ്മളെ നിറത്തെ, നിങ്ങളെ നിറം എന്തോ ആവട്ടെ, നിങ്ങളെ പ്രായം എന്തോ ആവട്ടെ, നിങ്ങളെ ഹൃദയം തുറന്ന് സ്നേഹിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. നിങ്ങളെ സംസാരം മാധുര്യമുള്ളതായിട്ട് മാറും. ഇപ്പോൾ എലമെൻറ്റ് മാസ്റ്ററിൽ ഇപ്പോൾ എടുക്കുന്ന ക്ലാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശുദ്ധി ചക്ര അഥവാ ത്രോട്ട് ചക്രയുടെയാണ്. പ്രസൻറ്റേഷൻ പോയി. അതായത് വിശുദ്ധി ചക്രയുടെ ക്ലാസ്സിൽ നമ്മൾ പറയുന്ന കാര്യമുണ്ട്. അതായത് നമ്മൾ എത്രത്തോളമാണോ നമ്മളെ സ്നേഹിക്കുന്നത് അത്രത്തോളം നമ്മളെ ലൈഫിൽ ഒരു പ്യൂരിറ്റി വരും. നിങ്ങളുടെ വാക്കുകളൊരു പ്യൂരിറ്റിയും കാര്യങ്ങളെല്ലാം തന്നെ വരും എന്നുള്ളതാണ്. അന്നേരം ആ ഒരു വിശുദ്ധി ചക്ര നിങ്ങൾ എത്രത്തോളമാണോ ബാലൻസ്ഡ് ആയിട്ട് വെക്കുന്നത്. ഇപ്പം തന്നെ ഞാൻ എലമെൻറ്റ് മാസ്റ്ററിലെ കഴിഞ്ഞ ദിവസം നടക്കുന്ന ഒരു പ്രസൻറ്റേഷനാണിത്. നിങ്ങളുടെ ജസ്റ്റ് പറയുകയാണെങ്കിൽ ചക്രാസിൻ്റെയാണ്. റോൾ ഓഫ് ത്രോട്ട് ചക്ര ഇൻ ലൈഫ്. ക്ലിയർ കമ്മ്യൂണിക്കേഷൻ. ഉദാഹരണത്തിന് നിങ്ങളെ ത്രോട്ട് ചക്ര വീക്കാണെങ്കിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനോ അതോടൊപ്പം തന്നെ നിങ്ങളെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ നിങ്ങളെ വേദനകളെ എക്സ്പ്രസ് ചെയ്യാനോ ഒന്നും തന്നെ സാധിക്കില്ല. ഏത് വ്യക്തിയുടെ എൻ്റെ ലൈഫിൽ എൻ്റെ ത്രോട്ട് ചക്ര വളരെ വീക്കായിരുന്നു. കാരണം വിക്കുണ്ടായിരുന്നു, കുഞ്ഞുണ്ടായിരുന്നു. എനിക്ക് ഈ രീതിയിൽ സംസാരിക്കാൻ എനിക്ക് സാധിച്ചില്ല. ഞാൻ എൻ്റെ ചക്രാസ്, ഈവൻ ചക്ര മാനിഫെസ്റ്റേഷൻ തന്നെ കോഴ്സ് ആയാലും ഇപ്പോൾ എലമെൻറ്റ് മാസ്റ്ററിയിൽ ഇപ്പം നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എലമെൻറ്റ് മാസ്റ്ററി എന്ന് പറഞ്ഞ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഇപ്പം ചക്രാസിനെ കുറിച്ചാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഞാൻ എടുക്കുന്ന സബ്ജക്ട്സിൽ ഇന്നലെ ഈ ടോപ്പിക്കാണ് എടുത്തത്. അതായത് അതിൽ ത്രോട്ട് ചക്ര നമ്മൾ വീക്കാകുകയാണെങ്കിൽ നമ്മളെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വളരെയധികം ബ്ലോക്ക് അനുഭവിക്കും. അതോടൊപ്പം തന്നെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല, ബിസിനസ് നടക്കില്ല എന്നൊക്കെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ടാവും. എൻ്റെ ത്രോട്ട് ചക്രയെ ഞാൻ ഹീൽ ചെയ്തത് ലവിലൂടെയാണ്. എൻ്റെ ശബ്ദത്തെ ഞാൻ സ്നേഹിക്കാൻ തുടങ്ങി, എൻ്റെ വാക്കുകളെ ഞാൻ സ്നേഹിക്കാൻ തുടങ്ങി, എൻ്റെ പ്രസൻറ്റേഷൻ രീതി ഞാൻ സ്നേഹിക്കാൻ തുടങ്ങി.
അതിലൂടെ എൻ്റെ ലൈഫിൽ മാറ്റം ഉണ്ടായി എന്നുള്ളതാണ് സത്യം. അല്ലാതെ ഒരിക്കലും നമ്മൾ മറ്റുള്ളവർ, ഇപ്പോൾ മറ്റൊരു ട്രെയിനേഴ്സ്, ഇപ്പോൾ നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന സമയത്ത് മറ്റൊരു വ്യക്തി എന്ത് ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾ കമ്പയർ ചെയ്ത് നിൽക്കുകയാണ്. അയ്യോ എന്നെക്കാട്ടോ ഉയർന്നു പോയല്ലോ, എന്നെക്കാട്ടോ ഇത്രയും ഉയർച്ച വന്നല്ലോ എന്ന രീതി ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾ തകർന്നു പോകും. നേരെ മറിച്ച് ഒരു വ്യക്തി സക്സസ് ആകുകയാണ്, ഓക്കെ ഞാൻ ചെയ്യാത്ത എന്ത് കാര്യമാണ് ആ വ്യക്തി ചെയ്യുന്നത്, അത് എൻ്റെ ലൈഫിൽ എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്ന് നമ്മൾ നോക്കുക. അന്നേരം ആ ഒരു കാര്യം നമ്മൾ ലൈഫിലേക്ക് അപ്ലൈ ചെയ്യുക, അല്ലാതെ കമ്പയർ ചെയ്ത് നിങ്ങളെ നശിപ്പിക്കുകയല്ല വേണ്ടത് കേട്ടോ. അങ്ങനെ മാറ്റിയെടുത്ത് നമുക്കൊരു പുതിയൊരു വ്യക്തിയായിട്ട് മാറാൻ സാധിക്കും. ഈവൻ നമ്മളെ എലമെൻറ്റ് മാസ്റ്ററി എന്ന് പറഞ്ഞ കോഴ്സ് പലരും ചോദിക്കുന്ന ഒരു കോഴ്സാണ്. ഇപ്പോൾ 5ാമത്തെ ബാച്ചാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എലമെൻറ്റ് മാസ്റ്ററി എന്ന് വെച്ചാൽ ഇതേപോലെ ഇപ്പം ചക്രങ്ങളുടെ ക്ലാസ്സാണ് ഇപ്പോൾ എടുത്തത്. ഓരോ ചക്രാസിനെ എങ്ങനെ ഹീൽ ചെയ്യും കാര്യങ്ങൾ. ഇപ്പം ഇതിലെ പ്രമീള മാഡം, LC, അതോടൊപ്പം തന്നെ വേറെ ആരെങ്കിലും ഉണ്ടോ അറിയില്ല. അന്നേരം ആ ഒരു ഹീലിംഗ്, നിങ്ങളെ മനസ്സിലായ ഹീലിംഗ് കാര്യങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾ ലൈഫിൽ മിറാക്കിൾ സംഭവിക്കും എന്നുള്ളതാണ് എനിക്ക് പറയേണ്ടത്. അല്ലാതെ നിങ്ങളെ ഉള്ളിൽ കുറേ പെയിനും കാര്യങ്ങളും വെക്കുകയാണെങ്കിൽ മാറ്റം ഉണ്ടാവില്ല. ഇനി നമുക്ക് ലോട്ടറി മാനിഫെസ്റ്റേഷൻ്റെ ടെക്നിക്കിലേക്ക് കടക്കുകയാണ്. നിങ്ങൾ ലൈഫിൽ ലോട്ടറിയിലൂടെ എത്ര പണമാണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. എല്ലാവരും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം, നിങ്ങൾ എത്രയാണ് ആഗ്രഹിക്കുന്നത്. ഒരു കോടി, 5 ലക്ഷം, $2 million. ഓക്കെ, എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാം. യൂട്യൂബ് ചാനൽ കാണുന്ന വ്യക്തികൾ യൂട്യൂബ് ചാനൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ, എല്ലാവരും മനസ്സിലാവുന്ന എഴുതിയിട്ടുണ്ട്. 5 ലക്ഷം, 3 ലക്ഷം, 5 ലക്ഷം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. 20 ലക്ഷം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഗ്രാബോയി നമ്പർ എന്ന് പറഞ്ഞ മാനിഫെസ്റ്റേഷൻ ടെക്നിക്കാണെന്ന് പറയാൻ പോകുന്നത്. ഇതിലുള്ള ഗ്രാബോയി നമ്പർ മുന്നേ നിങ്ങൾ നമ്മളെ യൂട്യൂബ് ചാനൽ കണ്ടിട്ട് എന്തെങ്കിലും ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് പണത്തെ മാനിഫെസ്റ്റ് ചെയ്യാൻ, ലോട്ടറി മാനിഫെസ്റ്റേഷൻ ചെയ്തിട്ടുണ്ട്. അത് ചെറുതോ വലുതോ ആയിട്ടുള്ള തുക നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ട് സാർ, പക്ഷെ കിട്ടിയിട്ടില്ല. ഓക്കെ, വേറെ ആരെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ഹലോ സാർ. പറഞ്ഞോളൂ. ചെയ്തിട്ടുണ്ട്. ഗ്രാമ്പർ നമ്പർ ചെറിയ എമൗണ്ട് കിട്ടിയിട്ടുണ്ട് ലോട്ടറിയിൽ. 500 രൂപ അടിച്ചിട്ടുണ്ട്. ഇപ്പൊ 500 രൂപ അടിച്ചിട്ടുണ്ട്. അതിന്റെ മുന്നൊക്കെ 5000 2 പ്രാവശ്യം 500 ഒക്കെ അടിച്ചായിരുന്നു. പിന്നെ ഒരു സംശയം ചോദിക്കാണ് സാറേ. ഞാൻ ഇന്ത്യ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റിയുടെ ഏജന്റാണ്. അപ്പോ നമുക്ക് ഒരു പാർട്ടി ഒരു 10 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1 മാസമായി അവര് തരാന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ ഏത് സ്വിച്ചും ടെക്നിക്ക് ഒന്ന് ഉപയോഗിച്ചു. ഈ മാസം തരാന്ന് പറഞ്ഞു. ഇപ്പൊ 2 ദിവസം കഴിയട്ടെ അങ്ങനെ പറഞ്ഞു പോവാണ്. 10 ലക്ഷം തരാ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതാണ്. എന്തായാലും നല്ല മാറ്റം കേട്ടോ നിങ്ങളെ മുഖത്ത്. ഓക്കെ, താങ്ക് യു സാറ്. എല്ലാവരും പറയട്ടെ ചിരി നല്ല ഇതാണ് ഇത്. ചിരിച്ചിട്ടാണ് ഇപ്പൊ എല്ലാരോടും വർത്താനം പറയുന്നത്, സംസാരിക്കുന്നത്. നല്ല മാറ്റം വന്നിട്ടുണ്ട് പറയട്ടെ. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു സോ മച്ച്. ഓക്കെ, രാജേഷ് എന്ന് പറഞ്ഞ ആള് എന്താണ് ബിഗ് ടിക്കറ്റ് എടുത്ത്?
രാജേഷ് ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാമോ? ഹലോ. സാർ അത് എത്ര തവണ എഴുതണമെന്നുണ്ടോ? അല്ല, ഞാൻ പറഞ്ഞുതരാം. ഇതിൽ രാജേഷ് എന്ന് പറഞ്ഞ ബിഗ് ടിക്കറ്റ് എടുത്തിട്ട് 10 പോലെ ചെയ്യാൻ അതിലൂടെ എത്ര രൂപയാണ് കിട്ടിയത്? 10 എത്രയാ? 4 ലക്ഷമാണോ 41 ലക്ഷമാണോ? എത്രയാണ് എഴുതിയത്? 41 ലക്ഷമാണോ? 4,10,00,000. ഓ, 4 കോടി. ഓക്കെ. 4,10,00,000. ഓക്കെ. അത് 1 മിനിറ്റ് ഒന്ന് പറയാമോ നിങ്ങളുടെ എക്സ്പീരിയൻസ്? ഓക്കെ. അന്നേരം വളരെ സന്തോഷമുണ്ട് നിങ്ങൾ ഷെയർ ചെയ്തതിൽ. ഓക്കെ. അതായത് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഗ്രാബോയ് നമ്പർ എന്ന് പറഞ്ഞ കാര്യമാണ്. ഇന്ന് പറയാൻ പോകുന്ന ഗ്രാബോയ് നമ്പർ എന്ന് പറയുന്നത് എല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. (888) സ്പേസ് 412. ഞാൻ ഇതിൽ അടിച്ചെടുക്കാം. ഇതിൽ ഞാൻ സ്പേസ് 412 സ്പേസ് 128 9018 128 9018. ഇതാണ്. ജസ്റ്റ് കമന്റ് ബോക്സിൽ നോക്കുകയാണെങ്കിൽ കമന്റ് ബോക്സിൽ എല്ലാവരും നോക്കിക്കോളൂ. ഓക്കെ. ഈ നമ്പർ ഇതിന്റെ മീനിങ് ഞാൻ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അത് ഈ നമ്പറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് 888 അത് സഡൻ വെൽത്ത് ആൻഡ് ബിഗ് മണി ഫ്ലോ എന്നുള്ളതാണ് ഈ ഗ്രാബോയ് നമ്പറിന്റെ മീനിങ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇതിന്റെ ഈ നമ്പറിന്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഓരോ നമ്പേഴ്സ് ഉണ്ട്, അതിലെ ഓരോന്നിനും ഓരോരോ ബെനിഫിറ്റ് ആണുള്ളത്. ഇത് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് എല്ലാവരും എന്ത് ചെയ്യാം, ഒരു A4 ഷീറ്റ് നിങ്ങളുടെ ഒരു ലോട്ടറിയുടെ വലുപ്പത്തിൽ കട്ട് ചെയ്ത്. കമന്റ് ബോക്സിൽ ഇടുമ്പോ അത് കിട്ടുന്നില്ലല്ലോ, അതിൽ കാണുന്നില്ലല്ലോ. കമന്റ് ബോക്സിൽ ഇടുമ്പോ എനിക്ക് കിട്ടുന്നില്ല. എന്നാ ഞാൻ പറഞ്ഞുതരാം. 8 ഓക്കെ, അത് പറഞ്ഞുതരാം. 888 38 412 88 സ്പേസ് 412 128 9018. പിന്നെ 888 412 128 9018. അപ്പൊ ഇത് ഒരുപാട് സംഖ്യ ഇല്ലേ സാർ? അതെ, ഒരുപാട് സംഖ്യയുണ്ട്. അത് സ്പേസ് ആണ്, ഒറ്റ ഇതിനകത്തല്ല എഴുതേണ്ടത്. നിങ്ങൾ അത് കമന്റ് ബോക്സിൽ നോക്കിയാണ് മനസ്സിലാവും. സ്പേസ് ഉണ്ട്. 888 സ്പേസ് 412 സ്പേസ് പിന്നെ ബാക്കിയുള്ള നമ്പർ അതിന് ശേഷമാണ് എഴുതേണ്ടത്. അങ്ങനെ 12 നമ്പർ അല്ലേ? 12 നമ്പർ. ഇനി നമ്മൾ ഈ ഗ്രാബോയ് നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ മുന്നത്തെ ഒരു ക്ലാസ്സിലെ ഗ്രാബോയ് നമ്പറിന്റെ ഹിസ്റ്ററിയും കാര്യങ്ങളും പറഞ്ഞിരുന്നു. ഇതിനെ എനർജി കോഡ്സ് എന്നൊക്കെ പറയാണ്ട് പലർക്കും പല ചേഞ്ചസും, എനിക്ക് കുറേ ചേഞ്ചസ് വന്ന ഗ്രാബോയ് നമ്പേഴ്സ് ഉണ്ട്. അതായത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ A4 ഷീറ്റ് ഉണ്ടെങ്കിൽ A4 ഷീറ്റ് തൽക്കാലത്തേക്ക് ഒരു ലോട്ടറിയുടെ വലുപ്പത്തിൽ എന്ത് ചെയ്യാം, കട്ട് ചെയ്തെടുക്കുക. ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ് ലോട്ടറി. ഇപ്പം എൻ്റെ കയ്യിൽ ലോട്ടറി ഇല്ല, ജസ്റ്റ് ലോട്ടറി ഉണ്ടെങ്കിൽ ആ ലോട്ടറിയുടെ വലുപ്പത്തിൽ കട്ട് ചെയ്യാം. എൻ്റെ ലൈഫിൽ എനിക്ക് മാനിഫെസ്റ്റോയുടെ 5000 10,000 രൂപ വരെ വെച്ചിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ചില ആൾക്കാർക്ക് 1 കോടി രൂപ കിട്ടിയിട്ടുണ്ട്. അബുദാബി ബിഗ് ടിക്കറ്റ് ഓരോരുത്തർക്കും നമ്മുടെ സ്റ്റുഡൻസിന് 2 പേർക്ക് അടിച്ചിട്ടുണ്ട്. പിന്നെ എമിറേറ്റ്സ് ടിക്കറ്റ് അടിച്ചിട്ടുണ്ട്, 25 ലക്ഷം എല്ലാം അടിച്ചിട്ടുണ്ട്.
ഓക്കെ, എല്ലാവരും എടുത്തോ. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പച്ച നിറമുള്ള പെന്ന്, നിർബന്ധമായിട്ട് പച്ച നിറമുള്ള പെന്നാണ് ഉപയോഗിക്കേണ്ടത്. സപ്പോസ് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ സാരമില്ല. സാറ് 13 നമ്പർ ഇല്ല സാറ്? 13 അക്കൗണ്ട് ഉണ്ടാവും. 13. ഞാൻ നമ്പർ എത്രയാണ് എൻ്റെ 1 2 12 എന്നാ സാറ് പറഞ്ഞത്. അതാ ഞാൻ ചോദിച്ചത്. 13 ഉണ്ട്. അല്ല, ഞാൻ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തല്ലോ. ഓക്കെ. ഓക്കെ, കമന്റ് ബോക്സിൽ കമന്റ് ചെയ്ത് നോക്കുക. കമന്റ് ചെയ്ത് ചെറുതായതിനെ കൊണ്ട് 888412 സ്പേസ് 1289018. ഇതെന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ 11 തവണ ഈ ഒരു ഷീറ്റിൽ എഴുതി വെക്കുക. അതായത് ഇത് ഈ രീതിയിൽ ഡബിൾ ഞാൻ കാണിച്ചു തരാം. താഴെ വയ്ക്കല്ലേ? താഴേക്കല്ലേ? താഴേക്കല്ല, എങ്ങനെയല്ല, താഴേക്കല്ല. ലൈൻ, ഒരു ലൈനിൽ ഇത് ചെയ്ത, രണ്ടാമത്തെ ലൈനിൽ അടുത്ത തവണ, മൂന്നാമത്തെ ലൈന്, നാലാമത്തെ ലൈന്, അഞ്ചാമത്തെ, എങ്ങനെ ഞാൻ കാണിച്ചു തരാം. ഇപ്പം തൽക്കാലത്തേക്ക് എഴുതിക്കോളൂ. അത് എഴുതുന്ന സമയത്ത് എന്ത് ചെയ്യുക, നിങ്ങളിപ്പം 11 തവണ എഴുതിക്കോളൂ. ഏത് സമയത്ത് ആ ഒരു രൂപ, ഇപ്പം നിങ്ങൾ എഴുതി വെച്ച എത്ര രൂപയാണ്, അത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്, അതെല്ലാം തന്നെ വിഷ്വലൈസിങ് ചെയ്തിട്ട് വേണം എഴുതാൻ. നമ്പറല്ലേ എഴുതണ്ടേ? സാറ് പറഞ്ഞ നമ്പറല്ലേ 11 പ്രാവശ്യം എഴുതേണ്ടത്? അതെ 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 അതെ, തീർച്ചയായും. ഇതൊരു ബിലീഫ് സിസ്റ്റം. ഇത് ഞാൻ എഴുതി കണ്ടില്ലേ, ഇത് 11 തവണ എന്ത് ചെയ്യാം, ഇങ്ങനെയുള്ള എഴുതി അങ്ങനെ താഴോട്ട് താഴോട്ടേക്ക് എഴുതി വെക്കാം. 1 2 3 4. അത് ഏത് സമയത്ത് നിങ്ങൾ ജസ്റ്റ് വെറുതെ എഴുതിയല്ല, അത് ഏത് സമയം സന്തോഷത്തോടെ കൂടെ എഴുതുക. ഓക്കെ, എല്ലാവരും എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ യെസ് എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ തമ്മയെടുത്ത് എഴുതിക്കോളൂ, ടെൻഷനില്ല. നിങ്ങൾ ആ പണം കിട്ടുന്നതായിട്ടും എല്ലാം തന്നെ സന്തോഷത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് എഴുതുക. നിങ്ങളുടെ വീടാണോ, കാറാണോ, അല്ലെങ്കിൽ യാത്രയാണോ ആ പണം കൊണ്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അത് എഴുതാൻ വേണ്ടി ശ്രമിക്കുക. പതിനൊന്ന് തവണ കാണിച്ചു തരുമോ? താഴെ എഴുതുക വേണ്ടത്? താഴെ എഴുതാണ് വേണ്ടത്. ഒരു സംശയം ചോദിച്ചോട്ടെ. ഇത് നമ്മളുടെ ആഗ്രഹം എന്തൊക്കെയാണ് കിട്ടിയാ ചെയ്യാന്നുള്ളത് അതിന്റെ മറ്റേ പുറത്താണോ എഴുതേണ്ടത്, അതോ അതേ? ഇതിൽ ഈ ഒരു ടെക്നിക്കിൽ നമ്മൾ ജസ്റ്റ് ഈ നമ്പേഴ്സ് മാത്രമാണ് എഴുതേണ്ടത്. ഈ നമ്പർ മാത്രമേ എഴുതേണ്ടത്, സ്ക്രിപ്റ്റ് എഴുതണ്ട? അപ്പൊ സ്ക്രിപ്റ്റ് എഴുതണ്ട. ലോട്ടറി എടുത്തതിന് ശേഷമാണോ? ലോട്ടറി എടുത്തതിന് ശേഷമാണ് ഇത് എഴുതേണ്ടത്. ഇതിപ്പം തൽക്കാലം എഴുതിക്കോളൂ. അതായത് ലോട്ടറിയുടെ വലുപ്പത്തിൽ കട്ട് ചെയ്തിട്ട് ഇത് ലോട്ടറിയിൽ പിൻ ചെയ്ത് വെക്കണം. അതാണ്. ഇതെല്ലാവരും ഒന്ന് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ എസ് എന്ന് പറഞ്ഞ് കമന്റ് ചെയ്യാം. നിങ്ങൾ സ്പീഡിൽ എഴുതേണ്ട ആവശ്യമില്ല. സാർ, ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ചോദിച്ചോ. എന്റെ കണക്ഷൻ നേരത്തെ പോയായിരുന്നു, അപ്പോ ക്ലാസ് മിസ്സായി. റെക്കോർഡിംഗ്. ഓക്കെ ഓക്കെ, താങ്ക് യു. ഓക്കെ, എല്ലാ രീതിയിലേ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതാണ്. സാർ 11 തവണയാണ് എഴുതി വെക്കേണ്ടത്. ഓക്കെ, എഴുതി വെച്ചോളൂ. എല്ലാവരും എഴുതിയിട്ട് തുടങ്ങും നമ്മൾ. ഓക്കെ, ഞാൻ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം, ഈ ടെക്നിക്കിനോടൊപ്പം തന്നെ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യാൻ പോവാണ്. എല്ലാവരും കണ്ണ് അടക്കുക. എഴുതി കഴിഞ്ഞിട്ട് ആയിക്കോട്ടെ എഴുതിക്കോളൂ.
സാറേ പേപ്പർ എങ്ങനെയാ പിടിക്കണ്ടേ? പേപ്പർ ഇപ്പോൾ കയ്യിൽ ഈ രീതിയിൽ പിടിക്കാം. അത് ഇപ്പം നിങ്ങൾ കുബേര മുദ്രയെ പിടിച്ചാൽ മതി. പക്ഷെ ഇപ്പം ലോട്ടറിയിലല്ലോ, ഇത് എഴുതിയിട്ട് നിങ്ങൾ അതിൽ പിൻ ചെയ്ത് ഇതെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇതിപ്പം ഞാൻ മെഡിറ്റേഷൻ ചെയ്തിട്ട് ഇത് ബാക്കിയുള്ള ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞാൽ, ഇപ്പം നിങ്ങൾ ചെയ്യേണ്ടത് കുബേര മുദ്ര പിടിക്കുക. ഇതാണ് കുബേര മുദ്ര. അപ്പൊ പേപ്പർ താഴെ വെക്കുക അല്ലേ? പേപ്പർ താഴെ വെച്ചോളൂ. സർ, നമ്മള് നോൺ വെജ് കഴിച്ചിട്ടുണ്ടെങ്കിൽ കുബേരമുദ്ര പിടിക്കുന്നോണ്ട് കുഴപ്പമുണ്ടോ? പ്രശ്നമൊന്നുമില്ല. കുബേരമുദ്ര ഏതൊക്കെ വിരലുകളാന്ന് പറയോ സാർ? ചൂണ്ടുവിരലും നടുവിരലും തള്ളവിരലും. സാർ, ഇത് നാളെ ഫ്രീ ക്ലാസ്സിൽ ഇടുവോ ഈ മെഡിറ്റേഷനും ഈ ക്ലാസ്സും? അതെ, എല്ലാവരും കണ്ണുകൾ അടക്കുക, കുബേരമുദ്ര പിടിക്കുക. എല്ലാവരും എഴുതി കഴിഞ്ഞെന്ന് വിശ്വസിക്കുന്നു. നട്ടിൽ നിവർത്തിയിരിക്കുക. എന്നിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ ജസ്റ്റ് വിഷ്വലൈസ് ചെയ്യുക. ശ്വാസം സാവധാനം ഉള്ളിലേക്ക് ശ്വാസം സാവധാനം പുറത്തേക്ക് വിടുക. നിങ്ങളുടെ ശ്രദ്ധ ശ്വാസനിശ്വാസങ്ങളിലേക്ക് മാത്രം നൽകുക. നിങ്ങളുടെ ഓരോ ശരീരഭാഗങ്ങളെയും കാണാൻ ശ്രമിക്കുക. തലമുടി, നെറ്റി, കണ്ണുകൾ, മുഖം മുഴുവനായി കാണുക. കഴുത്ത്, ഹൃദയഭാഗം, വയർ, ലൈംഗിക അവയവം, ഇരുകാലുകൾ, എല്ലാം തന്നെ കാണുക. ശരീരത്തിലെ ആന്തരികവും ബാഹ്യവുമായ എല്ലാ അവയവങ്ങളും ശാന്തമാണ്. നിങ്ങൾക്ക് കിട്ടിയ ഓരോ ഗിഫ്റ്റിനെയും മനസ്സിലേക്ക് കൊണ്ടുവരിക. അത് ചിലപ്പോൾ ലോട്ടറിയിലൂടെ കിട്ടിയതാവാം, ആരെങ്കിലും നിങ്ങൾക്ക് ഗിഫ്റ്റായി നൽകിയതാവാം. എന്തുമാവട്ടെ, നിങ്ങൾ കിട്ടിയ ഓരോ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുക. വീണ്ടും ശ്വാസമുള്ളിലേക്ക് എടുക്കുക. നിങ്ങൾ ലോട്ടറിയിലൂടെ എത്ര രൂപ നേടാനാണ് അഥവാ മാനിഫെസ്റ്റ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്? ആ രൂപ നിങ്ങളുടെ കയ്യിൽ ഇപ്പോഴുണ്ട്. അത് ലക്ഷങ്ങളാവട്ടെ, കോടികളാവട്ടെ, നിങ്ങളുടെ കയ്യിലുണ്ട്. അതിനെ അനുഭവിക്കാൻ ശ്രമിക്കുക.
ആ ഒരു സന്തോഷം നിങ്ങളുടെ മുഖത്തും ശരീരത്തിലും കൊണ്ടുവരിക. ആ ഒരു തുക നിങ്ങളുടെ കൈകളിലുണ്ട്. നിങ്ങളുടെ ഓരോ ശരീരഭാഗങ്ങളിലും ആ ഒരു സന്തോഷം, ആ ഒരു ആനന്ദം അനുഭവിക്കുക. ആ ഒരു തുക നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലുണ്ട്. ആ ഒരു തുക നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും നിങ്ങൾക്ക് സന്തോഷമുണ്ടാവുക? നിങ്ങളുടെ മുഖത്തും കണ്ണുകളിലും അതിൻ്റെ ആനന്ദം കൊണ്ടുവരിക. ആ പണം ഉപയോഗിച്ച് നിങ്ങൾ എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? വീടാണോ? എങ്ങനെയുള്ള വീട്ടിലാണ് നിങ്ങൾ താമസിക്കാൻ ആഗ്രഹിക്കുന്നത്? ആ വീടിനെ, ആ മനോഹരമായ വീടിനെ കാണുക. വീട് എങ്ങനെയുള്ള രൂപമാണ് വേണ്ടത്? എത്ര റൂമുകളാണ്? എങ്ങനെയുള്ള ഫർണിച്ചറാണ് വേണ്ടത്? അതെല്ലാം നിങ്ങൾ കാണുക. ആ മനോഹരമായ വീട്ടിലാണ് നിങ്ങൾ ഇപ്പോൾ താമസിക്കുന്നത്. നിങ്ങളുടെ ലോട്ടറിയിലൂടെ പണം ഉപയോഗിച്ച് നിങ്ങൾ വീടിലേക്ക് ആവശ്യമായ എന്തൊക്കെ കാര്യങ്ങളാണ് വാങ്ങാൻ ആഗ്രഹിക്കുന്നത്? അതിനെ കാണുക, അതിനെ അനുഭവിക്കുക. ശരീരം മുഴുവനും ആ ഒരു സന്തോഷത്തിലാണ് നിലനിൽക്കുന്നത്. നിങ്ങൾ എങ്ങനെയുള്ള വസ്ത്രങ്ങളാണ് ധരിക്കാൻ ആഗ്രഹിക്കുന്നത്? ആ വസ്ത്രം ഈ നിമിഷത്തിൽ നിങ്ങൾ ധരിച്ചിരിക്കുകയാണ്. ആ ലോട്ടറിക്ക് നന്ദി പറയുക. ആ ലോട്ടറി നൽകിയ വ്യക്തിക്ക് നന്ദി പറയുക. ലോട്ടറിയിൽ നിന്ന് ലഭിച്ച ഓരോ രൂപകളും നിങ്ങൾ ആസ്വദിക്കുകയാണ്. അതിന് നന്ദി പറയുകയാണ്. മനോഹരമായ വാഹനം നിങ്ങൾ യാത്ര ചെയ്യുകയാണ്. അതിൻ്റെ സന്തോഷം, അതിൻ്റെ ആനന്ദം നിങ്ങൾ അനുഭവിക്കുക. നിങ്ങളുടെ മുഖത്തും ചുണ്ടുകളിലെയും അതിൻ്റെ സന്തോഷം കൊണ്ടുവരിക. ഇളം പുഞ്ചിരിയിലൂടെ മുഖം സന്തോഷിക്കട്ടെ, ആനന്ദിക്കട്ടെ. നാട്ടിലും സമൂഹത്തിലും നിങ്ങൾക്ക് അഭിമാനം ലഭിക്കുന്നു. കാരണം നിങ്ങൾക്ക് ആ പണമുണ്ട്. നിങ്ങളെടുത്ത ആ ലോട്ടറിക്ക് നന്ദി പറയുക. നന്ദി, നന്ദി, നന്ദി. കയ്യിൽ അത്രയധികം പണം നിങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങൾ പണത്തെ ആസ്വദിക്കുകയാണ് ഓരോ നിമിഷവും. നന്ദി, നന്ദി, നന്ദി.
നാട്ടിലെ സമ്പന്നനായ വ്യക്തിയായി നിങ്ങൾ മാറിയിരിക്കുകയാണ്. പണം ഉപയോഗിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നേടിയെടുത്തിരിക്കുന്നു. സന്തോഷത്തോടെ ആനന്ദത്തോടെ കൈകൾ പരസ്പരം ഉരസുക. കണ്ണുകളിലേക്ക് ഊർജം പകരുക. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? നന്നായിരുന്നു സാർ. ഉള്ളൊരു വൈബ്രേഷൻ ആയിരുന്നു സാർ. ഓക്കെ ഓക്കെ ഓക്കെ. ഇതാണ് നമ്മൾ എലൈൻമെന്റ് മാസ്റ്ററി കൊടുക്കുന്ന ബൈനറി മ്യൂസിക് വെച്ചിട്ടുള്ള ഒരു മെഡിറ്റേഷൻ ആണിത്. ഇപ്പം എലൈൻമെന്റ് മാസ്റ്ററി എന്ന് പറഞ്ഞ പ്രോഗ്രാം ഇപ്പോൾ ഇതിൽ കുറേ പേര് ജോയിൻ ചെയ്യുന്നുണ്ട്. അതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കുട്ടിക്കാലത്തിലെ കുറേ ബ്ലോഗ്സ്, ഹീലിംഗ്, അതാണ് നമ്മൾ എലൈൻമെന്റ് മാസ്റ്ററി കൊടുക്കുന്നത്. മെയിനായിട്ട് മെഡിറ്റേഷൻ ആണ്. ഇപ്പം നിങ്ങൾ കുറേ ടെക്നിക്കുകളും അഫർമേഷനും ഗ്രാറ്റ്യൂഡും എല്ലാം നിങ്ങൾക്ക് അറിയാം. പക്ഷെ ഇതൊന്നും വർക്ക് ചെയ്യുന്നില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഉപബോധ മനസ്സിലെ കുറേ ബ്ലോഗ്സ് ആണ്. അതിനെ കംപ്ലീറ്റ് ആയിട്ട് ഹീൽ ചെയ്യുന്ന മെഡിറ്റേഷനും കാര്യങ്ങളാണ് എലൈൻമെന്റ് മാസ്റ്ററിയിൽ. കുട്ടിക്കാലത്തിലെ കുറേ ട്രോമാസ് കാര്യങ്ങൾ നമ്മളെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ റിലേഷൻഷിപ്പ് ആവട്ടെ, പണത്തിലാവട്ടെ, എല്ലാം തന്നെ കുട്ടിക്കാലത്തിലെ കുറേ എക്സ്പീരിയൻസ് എന്നെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അതെല്ലാം തന്നെ മാറ്റിയെടുത്തിട്ട് എൻ്റെ പുതിയൊരു വേർഷനെ എനിക്ക് കണ്ടെത്താൻ സാധിച്ചു. അതിലൂടെ എൻ്റെ ജീവിതം ഹാപ്പി ആയിട്ട് പോകുന്നു. നമ്മളെ ക്ലാസ്സുകളിൽ ഇപ്പം നമ്മളെ എലൈൻമെന്റ് മാസ്റ്ററി എല്ലാ മാസവും 11-ാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പം എലൈൻമെന്റ് മാസ്റ്ററിയുടെ നമ്മൾ ബേസിക് ക്ലാസ് ആണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. എലൈൻമെന്റ് മാസ്റ്ററിയുടെ സിൽവറാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ ഗോൾഡ്, പ്ലാറ്റിനം എല്ലാം നമ്മൾ ഇപ്പം ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണ് കോഴ്സ്. അത് തുടങ്ങുന്ന സമയത്ത് എല്ലാവർക്കും അറിയിക്കാം. ഏതായാലും നിങ്ങളുടെ ലൈഫിൽ നല്ലൊരു മാറ്റം ആഗ്രഹിക്കുകയാണെങ്കിൽ എലൈൻമെന്റ് മാസ്റ്ററിൽ ജോയിൻ ചെയ്യാം. കുറേ സക്സസ് സ്റ്റോറീസ് നമ്മൾ യൂട്യൂബ് ചാനൽ തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്തായാലും എല്ലാവർക്കും ഇനി അടുത്ത ഞായറാഴ്ച കാണാം. ഇതേപോലുള്ള എലൈൻമെന്റ് മാസ്റ്ററിൽ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പറയുന്നതല്ല, പ്രസൻറ്റേഷൻ ഇപ്പം തന്നെ ഞാൻ നേരത്തെ കാണിച്ച പോലെയുള്ള ഓരോരോ ടൈപ്പ് പ്രസൻറ്റേഷൻ വെച്ചിട്ടായിരിക്കും നമ്മൾ എടുക്കുന്നത്. ഓരോരോ ടോപ്പിക്കായിരിക്കും നമ്മൾ ഓരോ ദിവസവും എടുക്കുക. അതെ അതെ, അതിൻ്റെ കൂടെ വെക്കുകയാണ് വേണ്ടത്. അതിനോട് തന്നെ വെക്കുക. അതെപ്പോഴും കയ്യിൽ വെച്ചിട്ട് വിഷ്വലൈസ് ചെയ്യാം. എന്നടിക്കുന്ന ലോട്ടറി എടുക്കണ്ടേ സാർ? ഇനി നമ്മൾ ഇപ്പം ചെയ്ത ഓക്കെ, അതെന്ത് ചെയ്യുക, നീ അടുത്ത മീൻസ് നാളെ ലോട്ടറി എടുത്തിട്ട് ഈ ഒരു പ്രാക്ടീസ് ചെയ്യുക. ഇപ്പം നമ്മൾ എലൈൻമെന്റ് മാസ്റ്ററിയുള്ള കാര്യമാണ് ഓരോരോ ചക്ര. ഇപ്പോൾ ഓരോരോ എലൈൻമെന്റ് മാസ്റ്ററിയിലും ഓരോരോ വ്യത്യസ്തമായ ടോപ്പിക്സ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ എലൈൻമെന്റ് മാസ്റ്ററിൽ ഇപ്പോൾ ചക്രങ്ങളുടെ 2 ദിവസമുള്ള ക്ലാസ്സാണ് കൊടുക്കുന്നത്. പിന്നെ ബിസിനസ്, മണി മാനിഫെസ്റ്റേഷൻ, അങ്ങനെയുള്ള കുറേ ടെക്നിക്കുകൾ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ, നല്ലൊരു മാറ്റം ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ ഇനിയും നമുക്ക് ഇടയ്ക്കെല്ലാം ഫ്രീ ക്ലാസ് എല്ലാം കണ്ടക്ട് ചെയ്യാം. താങ്ക് യു സോ മച്ച് എല്ലാവർക്കും. 3333 രൂപ അല്ലേ സാർ? അതെ അതെ, 3000. ഇപ്പം നമ്മൾ അത് ഓഫർ പ്രൈസിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്, 3333 രൂപ. അത് കഴിയുകയാണെങ്കിൽ ഇപ്പോൾ നീ ഫെബ്രുവരിയിൽ മാത്രമാണ് ഈ ഒരു എമൗണ്ട് ഓഫർ പ്രൈസ് കിട്ടുക. പിന്നെ അത് കഴിയുകയാണെങ്കിൽ കുറച്ചും കൂടി കൂടുന്നതായിരിക്കും കേട്ടോ. ഫെബ്രുവരിയിൽ 13-ാം തീയതിയാണോ? 11-ാം തീയതി സ്റ്റാർട്ട് ചെയ്യും, അതായിരിക്കും. പിന്നെ മാർച്ചിൽ ഇതിന്റെ എമൗണ്ട് വേരി ചെയ്യും. കാരണം ഇപ്പം ഒരു ഓഫർ പ്രൈസിൽ നമ്മൾ കൊടുക്കുകയാണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഹീലിങ്ങും കാര്യങ്ങളും മെഡിറ്റേഷൻസും ഡൗട്ട്സ് ക്ലിയറിങ്ങും എല്ലാം തന്നെ ഉണ്ടാവും. 1 മണിക്കൂർ ക്ലാസ് ആണെങ്കിൽ 1.5 മണിക്കൂർ ഉണ്ടാവും. രാവിലെ 5-നും 6-നും വൈകിട്ട് 8-നും 9-നും ഇടയിലാണ് ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നത്. അതിൽ പ്രാക്ടിക്കൽ എത്ര ദിവസം എഴുതേണ്ടത്? ഇത് 11 ദിവസം എഴുതി വെക്കണം. ഇതേപോലെ തന്നെ 11 ദിവസം അല്ലേ? 11 ദിവസം എഴുതി വെക്കുക. ഈ പേപ്പേഴ്സ് എല്ലാം അതിൽ ക്ലിപ്പ് ചെയ്ത് വെക്കുക. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പൊ ലോട്ടറി 11-ാമത്തെ ദിവസം ഇതിലെ ക്ലിപ്പ് അയച്ചിട്ട് ബാക്കി 11 ഷീറ്റ്സും കത്തിച്ച് വെക്കുക. ലോട്ടറി കത്തിക്കരുതേ, അത് വെക്കുക കേട്ടോ. അതിപ്പോൾ ഈ ടെക്നിക്ക് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഇപ്പം ചില ഇതുണ്ട്, പൂജ നമ്പർ അങ്ങനത്തെ കുറേ ഉണ്ടാവില്ല, ഒരു 2 ആഴ്ച 3 ആഴ്ച ഗ്യാപ്പുള്ള അങ്ങനത്തെ ലോട്ടറി എടുക്കുക. അതിന് 200 രൂപ 50 രൂപയുടെ 30 രൂപയുടെയും 2-3 ദിവസം കൊണ്ട് എടുക്കും. ഈ ടെക്നിക്ക് ഉപയോഗിക്കുന്നത് കുറച്ച് ലോങ് ടേം ആയിട്ടുള്ള ലോട്ടറിയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് എല്ലാവർക്കും സന്തോഷം. താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവരുടെ ജീവിതത്തിലും മാറ്റം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. ഈ 11 ദിവസം നമ്മളിത് ചെയ്തിട്ട് ആ 11 പേപ്പറും കത്തിച്ച് കളയാം. 11-ാമത്തെ ദിവസം കത്തിച്ച് കളയാം. അതുപോലെ തന്നെ ഗ്രീൻ സ്കെച്ച് പെൻ യൂസ് ചെയ്തിട്ട് നമുക്ക് എഴുതിക്കൂടെ? അതെ, സ്കെച്ച് പെൻ ഉപയോഗിച്ചിട്ട് എഴുതാം. 11 ദിവസം വേറെ വേറെ എഴുതണമല്ലേ സാർ? അതെ, 11 ദിവസം 11 ഷീറ്റ് ഉപയോഗിക്കണം. ഓക്കെ ഓക്കെ.
ഓക്കെ, താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ശുഭദിനം, എല്ലാവർക്കും ശുഭരാത്രി, എല്ലാവരുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. ശരി, താങ്ക് യു സോ മച്ച് സർ.